യോഹന്നാൻ്റെ സുവിശേഷം. 4 സുവിശേഷങ്ങളിൽ 4-ാം സുവിശേഷകൻ ഏറ്റവും ഒടുവിലായി എഴുതപ്പെട്ട സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം. എഴുത്തിൻ്റെ ഉദ്ദേശം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലുണ്ട്. യോഹന്നാൻ, എല്ലാവരും പുസ്തകങ്ങളെ തുറക്കണേ ആവോളമേ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെന്ത് ചെയ്തിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. അപ്പോൾ സുവിശേഷം എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശം ഇവിടെ കാണുന്നു. 1, ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കണം. 2, വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന നിത്യ ജീവൻ ഉണ്ടാകണം. ജീവൻ എന്നുള്ളൊരു വാക്ക് സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് കാണുന്നൊരു വാക്കാണ്. എല്ലാവർക്കും കാണാൻ അറിയാവുന്ന കുറേ വാക്കുകളുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വീണ്ടും നാം കാണുന്നു, ഞാൻ വന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിന് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പം വിശ്വസിക്കുക, വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ജീവൻ. അങ്ങനെ ആ വാക്കുകൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ജീവൻ എന്നുള്ളൊരു വാക്ക്, അത് സമൃദ്ധിയായ ജീവനാണ്, ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കാത്ത ജീവൻ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പൂർവാസ്തികത്തെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. മത്തായി സുവിശേഷകൻ പറയുന്നത് അവിടുത്തെ വംശാവലിയാണ്. ലൂക്കോസ് ജനനത്തിൻ്റെ മംഗളവാർത്തയാണ്. മർക്കോസ് തൻ്റെ പ്രവർത്തനം തൊട്ട് തുടങ്ങിയാണ്. മരുഭൂമിയിൽ വിളിച്ച് യോഹന്നാൻ സ്നാപകൻ തൊട്ട് ആരംഭിക്കുന്നു. എന്നാൽ യോഹന്നാൻ പറയുന്നത് കർത്താവിൻ്റെ പൂർവാസ്തികം തൊട്ടാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മുഖാന്തരം സകലതും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ട്. അപ്പം വെളിച്ചത്തെക്കുറിച്ച് പറയുക. വെളിച്ചം എന്നുള്ളൊരു വാക്ക് വീണ്ടും സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചത്തിൻ്റെ ഉറവിടം കർത്താവാണെന്ന് കാണുകയാണ്. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം മുഖാന്തരമാണ് സകലതും എന്തായത്, ഉളവായതെന്ന് കാണുകയാണ്. നമ്മൾ സാധാരണ ഇപ്പം കേൾക്കുന്ന പ്രപഞ്ച ഉൽപ്പത്തിയോട് പറ്റിയുള്ള വിവിധ ചിന്തകളുണ്ട്. അതിലൊന്നൊക്കെയാണ് ബിഗ് ബാങ് തിയറിയൊക്കെ, വലിയൊരു സ്ഫോടനമൊക്കെ ഉണ്ടായി, സ്ഫോടനാത്മകമായ ആ ശക്തി കൊണ്ട് പ്രപഞ്ചം ഉളവായെങ്കിൽ ആ സ്ഫോടനം ഉണ്ടാക്കിയത് എന്താണ്? അവിടെയാണ് കാണുക, അവനിൽ ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. ആ വചനത്തിൻ്റെ ശക്തി, സ്ഫോടനാത്മകമായ ശക്തി, ആ ശക്തിയാണ് സകലത്തെ ഉളവാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങൾ ഉളവാക്കിയത് ആ വചനമെങ്കിൽ, ആ വചനവും പ്രപഞ്ചവുമായിട്ടൊരു പൊക്കിൾ കൂടി ബന്ധമുണ്ട്. എല്ലാം ഉളവായത് അവിടുന്ന് മുഖാന്തരമാണ്. ഉളവായതെല്ലാം അവിടുന്ന് മുഖാന്തരം ഉളവായി എങ്കിൽ വിശ്വസിക്കുക, ഇന്നും വചനം ഉളവാക്കുന്നതാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. വാച്ച്, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വാച്ച്. ആ വചനം ജഡമായി തീർന്നു എന്ന് നാം കാണുന്നു. അങ്ങനെ അവിടെ കാണുകയാണ്, വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായും നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് കാണുകയാണ്. ഏതു മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന 9-ാം വാക്യം, ഏതു മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അടുത്ത വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. അടുത്ത വാക്യം പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായി തീരുവാൻ അവിടെ നിന്ന് എന്ത് കൊടുത്തു? അധികാരം. ആ വചനം ഏറ്റവും കുറഞ്ഞത് നമുക്ക് കേൾക്കാവുന്ന പോലെ ഉറക്കം പറഞ്ഞ് നമ്മുടെ ചെവി കേൾക്കണം. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ചെവി കേൾക്കണം. അങ്ങനെ പറഞ്ഞേ. അവനെന്നുള്ളിടത്ത് യേശു എന്ന് പേരിട്ടിട്ട് പറഞ്ഞേ, കൈക്കൊണ്ട് ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അപ്പോൾ
അവിടെ നാം കാണുകയാണ്, യേശു ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. അപ്പം കർത്താവ് ഒന്നാമത്തെ തൻ്റെ ജഡാവതാരം, യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ തൻ്റെ ജഡാവതാരം ഒത്തിരി പേര് എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല, ചിലർ കൈക്കൊണ്ടുമില്ല. അറിഞ്ഞവരും ഉണ്ട്, അറിഞ്ഞിട്ട് കൈക്കൊള്ളാത്തവരുമുണ്ട്. കൈക്കൊള്ളാത്തവരെക്കുറിച്ച് പറയുന്നത് സ്വന്തക്കാരാണ്. സ്വന്തക്കാരെന്ന് പറയുമ്പം അത് യഹൂദന്മാരാണ്. അവർക്കറിയാമായിരുന്നു അവരാരെ കാത്തിരുന്നവരാണ്, മെശിഹായെ കാത്തിരുന്നവരാണ്. അവർ മെശിഹായെ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. എന്നാൽ യേശു ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. ഇത് ഒന്നാമത്തെ വരവിൽ ഒത്തിരി പേര് അറിഞ്ഞില്ല. ഇത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ടാമത്തെ വരവിലും ഒത്തിരി പേര് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം രണ്ടാമത്തെ വരവാണ്. കർത്താവ് താൻ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന അവനെ, ശരിയാ മോളെ, ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. ഏതായാലും ഭാഗ്യവാനാണ് സുരേഷ് ബാബു പാസ്റ്റർ. നിങ്ങളുടെ ജനങ്ങൾക്കെല്ലാം വചനം അറിയാം. ആരാ പറഞ്ഞ വചനം അറിയാത്തതുകൊണ്ട് അവരെല്ലാം കാണാൻ പറയുക. ഇടയ്ക്കൊന്ന് തെറ്റിയോന്ന് സംശയം തോന്നി, പക്ഷേ കറക്റ്റാണ് പറഞ്ഞത്. അപ്പം ഒന്നുകൂടെ പറഞ്ഞേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം അവിടുത്തെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടുകയും ചെയ്യും. അല്ലേ? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസം. അപ്പം രണ്ടാമത്തെ വരവ്, അതാണ് നമ്മൾ ഇനിയും കാത്തിരിക്കുക. ലോക സംഭവങ്ങൾ മുഴുവൻ അങ്ങോട്ടാണ് നമ്മളെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന യുദ്ധങ്ങൾ, ഇസ്രായേൽ, ഇതെല്ലാം ഓരോ ഘടികാരത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തികളാണ്. അത് ലോകം അഥവാ ഒരു സെക്കുലർ ആൾക്കാർ പോലും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും പറയുകയും ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ബൈബിൾ പറയുന്ന പോലെ കാര്യങ്ങൾ പോകുന്നുവെന്ന് നമുക്കറിയാം, അല്ലേ? പ്രത്യേകിച്ച് മുഴുവൻ കാര്യം നമുക്കറിയാം. കാഷ്ലെസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണ്. ഇന്ന് എന്ത് വേണ്ട, കാശ് വേണ്ട. ഓട്ടോറിക്ഷയിൽ കയറിയാലും അവർക്കെന്തോ മതി, ഗൂഗിൾ പേ മതി. കാശിൻ്റെ കാലം പോയി. പിന്നെ ടാക്സ് അടയ്ക്കാത്ത മണി കാശായി, കാശിൻ ഹാൻഡായിട്ടൊക്കെ നടക്കുന്നവരുടെ ഉള്ളൂ കാശൊക്കെ. ബാക്കി എല്ലാവരും ഗൂഗിൾ പേയുടെ ഒക്കെ ഒരു കാലമാണ്. കാശ് കുറയുന്നു. ഇനി നമ്പർ വരും, നമ്പറിനാൽ നിയന്ത്രിക്കപ്പെടും. ഇതെല്ലാം അങ്ങോട്ട് പോവുകയാണ് ആ ദിവസത്തിലേക്ക്. പക്ഷെ അവിടെ നമ്മൾ ഇച്ചിരി പ്രയാസത്തോടെ ഓർക്കേണ്ട കാര്യമുണ്ട്. അന്നും എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, അറിയണമെന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ അറിഞ്ഞാലും നമ്മളെ അറിയണമെന്നുമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വലിയ കാര്യമൊക്കെ ചെയ്യുന്നു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല. എൻ്റെ സങ്കടം അതാണെന്നേ. ഈ അറിയുന്നില്ലെന്ന് ഓർക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് പറയായിരുന്നു, ക്രൈസ്റ്റ് സെൻറ്ററിലെ 20-ാമത്തെ ദിവസം ശനിയാഴ്ച നമ്മൾ അവിടെ അല്ലേ കണ്ടില്ലേ എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു ഓർക്കുന്നില്ലെന്നല്ല, പിന്നെന്താ, അറിയുന്നില്ലെന്ന്. അന്നും കുറേ പേര് എന്ത് ചെയ്യാതെ പോകാം. അവിടെ ഏറ്റവും ഗൗരവമായ ഒരു പേടി വേണ്ടത്, അവൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന പലരെയും കർത്താവ് അറിയുന്നുള്ളൂ. അത് ഭയങ്കര പേടിക്കേണ്ട ഒരു കാര്യം. സത്യത്തിൽ അതെനിക്ക് ഭയങ്കര പേടിയാണ്. കർത്താവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നവരെ ആരറിയണമെന്നില്ല, കർത്താവ് അറിയണമെന്നില്ല. ഇപ്പോൾ ഈ എളിവനായി ഞാനിവിടെ വന്നത് ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിൽ. എന്നെ ഒത്തിരി പേർക്ക് ഇപ്പോൾ അറിയാവുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ സഹോദരൻ പറഞ്ഞത് എന്നെ ഒത്തിരി പേർക്ക് അറിയാവുന്നൊക്കെ ആയിക്കോട്ടെ. എന്നാലും ഞാൻ തിരുവനന്തപുരത്തുനിന്ന് പണ്ട് പോയപ്പോൾ ഒന്ന് പേടിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വളവിന് എൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നു. അന്ന് ഈ ഫ്ലെക്സ് തുടങ്ങിയതേ ഉള്ളൂ. നോട്ടീസിൻ്റെ കാലം കഴിഞ്ഞ് ഫ്ലെക്സ് തുടങ്ങിയതാണ്. ഞാനതെപ്പോഴും പറയുന്നു, ഫ്ലെക്സിൽ ഇങ്ങനെ ഞാനിരിക്കുക, വലിയൊരു ഞാനിരിക്കുക, മുട്ടനൊരു ഫോട്ടോ. അപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ച മോൻ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു, അച്ചോൻ്റെ ഫ്ലെക്സ് ഫോട്ടോ. അവൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാം. ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയാണ് തോന്നിയത്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവന്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവന്. എല്ലാത്തിനെയും അടിച്ച് എന്നെ ഉൾപ്പെടെ കളത്തി വെച്ചേക്ക്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ഈ ഫ്ലെക്സ് ഇരിക്കുന്നവരെയൊക്കെ കർത്താവിന് അറിയൂ. അന്ന് അറിഞ്ഞില്ലേ നിങ്ങളെ തല്ലിക്കൊള്ളത്തില്ലേ? അപ്പോൾ ഏറ്റവും വലിയ കാര്യം, ആരും അറിഞ്ഞില്ലെങ്കിലും ആരറിയണം? കർത്താവ് അറിയണം.
ആരും അറിഞ്ഞില്ലെങ്കിലും ആരറിയണം? കർത്താവ് അറിയണം. രണ്ടാമത്തെ ഒരു കാര്യം, ക്രിസ്തുവിൽ മറഞ്ഞങ്ങിരുന്നേക്കണം. കർത്താവിൽ മറഞ്ഞിരിക്കണം. പറഞ്ഞേ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. മറഞ്ഞിരുന്ന് എപ്പോഴും നമ്മുടെ ചിന്ത ആരറിയണം എന്നുള്ളതാണ്, കർത്താവ് അറിയണം. അതുകൊണ്ട് ഈ കർത്താവ് അറിയണം എന്നുള്ള ചിന്തയിൽ ആ ദിവസം അറിയപ്പെടാതിരിക്കുക. അത് എൻ്റെ നാമത്തിൽ ഇതെല്ലാം ചെയ്തവരെ പോലും ചിലപ്പോൾ അറിയുന്നില്ലെങ്കിൽ അന്ന് അറിയപ്പെടാതെ പോയാൽ അതൊരു ദുരന്തമല്ലേ? അപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ എന്താ ചെയ്യുക? ഏത് കാര്യം ചെയ്താലും ഓർക്കുക, ഇതെൻ്റെ നിത്യതയെ ബാധിക്കുമോ? നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടാൻ പോയേക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഏത് കാര്യം ചെയ്യുമ്പോഴും ഓർത്തോണം, ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു അഫക്റ്റ് മൈ ഇറ്റേണിറ്റി. നിത്യതയിൽ അതെന്നെ ബാധിക്കുമെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്തേക്കണം? ഒഴിവായിരിക്കണം. മനസ്സിലായോ? നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. എനിക്കൊരു എൻ്റെ 2-3 ഭയപ്പെടുത്തിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഒന്ന്, എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു കുടുംബം, അയൽവക്ക കുടുംബമായിട്ട് വഴക്കുണ്ടായി. ഞാൻ ഈ ദിവസങ്ങളിൽ പോകുന്നിടത്തെല്ലാം ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? എന്നെ അത് ഭയപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പോൾ അവർ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ചീത്ത വിളിച്ചു. തിരുവനന്തപുരത്ത് ചീത്ത എന്നാണോ പറയുന്നത്? ആണോ? ചീത്തയെന്ന് ചീത്തയെന്നാണ് പറയുന്നത്? ആണോ? അപ്പം ഞാനിത് പ്രസംഗിക്കുക ഞങ്ങളുടെ സഭയെ പറഞ്ഞപ്പം അവർ നല്ല ചീത്ത വിളിച്ചെന്ന്. അപ്പോൾ എൻ്റെ അമ്മായിപ്പൻ എന്നോട് ഒന്ന് പറഞ്ഞു, മോനെ, നല്ല ചീത്തയെന്ന് പറയരുത്. കാരണം ചീത്ത ഒരിക്കലും എന്തല്ല, നമ്മൾ ഈ ചേരാത്ത വാക്കുകളാണ് കൂട്ടത്തിൽ പറയുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം ഭയങ്കരമാണോ? ഭയങ്കരം, ഭയാനകം. സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണോ? അല്ല. നല്ല സന്തോഷം എന്ന് പറയാം. ഭയങ്കര സന്തോഷം എന്ന് പറയാമോ? തെറ്റാണ് അല്ലേ? അപ്പം നല്ല ചീത്തയല്ല, ചീത്ത വിളിച്ചു. ഇവർ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. അപ്പോൾ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നെ കണ്ടപ്പം പറഞ്ഞു, ഭയങ്കര തെറിവിളിയായിരുന്നു. വിളിച്ച ഭാഷ നമ്മുടെ ഒരു പ്രായത്തിലുള്ള പയ്യന്മാരായതുകൊണ്ട് നമ്മളോട് ആ ഭാഷയൊക്കെ അങ്ങ് പറയുകയാണ്. അപ്പം അതെല്ലാം നമ്മുടെ ചെവിക്കകത്തിരിപ്പുണ്ട്. എനിക്കിവരെ പോയി ഒന്ന് തിരുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊക്കത്തില്ല. കാരണം അവർ തിരുത്തപ്പെടാൻ എന്തല്ല, എപ്പോഴും ഓർത്തോണം, തിരുത്തപ്പെടാൻ തയ്യാറാകുന്നവരെ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? തിരുത്താൻ തയ്യാറല്ല. തിരുത്താൻ തയ്യാറല്ലാത്ത ഒരു വ്യക്തിയും കർത്താവിന് പോലും എന്ത് ചെയ്യാനൊക്കത്തില്ല. ഇല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞേക്കാം. ചിലരൊക്കെ എന്നോട് പറയും, പാസ്റ്ററേ, ദൈവം നേരിട്ട് എന്നോട് ഇടപെട്ടു. ഞാൻ ആ വഴിക്ക് പോകത്തില്ല. കാരണം ദൈവം നേരിട്ട് ഇടപെടുന്നവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. ദൈവം എന്നോട് നേരിട്ട്, നമ്മളോടൊക്കെ വളരെ പുതുക്കിയൊക്കെ പറയുക, നേരിട്ടൊക്കെ ചെല്ലുകൊണ്ടല്ലോ, അത് നമുക്ക് വലിയ പാടാണ്. അത് അവരെ ഗർവികളാക്കും. അവർ പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? തിരുത്തപ്പെടത്തില്ല. തിരുത്തപ്പെടാത്ത ഒരാളോട് നമ്മൾ തിരുത്താൻ പോയ അവസാനം നമ്മുടെ ആത്മീയതയ്ക്ക് ഭംഗം വരുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല, ഞാൻ മിണ്ടാതിരുന്നു. കുറേ നാൾ കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, 1 വർഷത്തിലേറെ പോയി കാണും. ഞങ്ങൾ കുറേ സഹോദരന്മാർ ആ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വീട്ടിൽ ചെന്നു. അപ്പോൾ എൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാർ സഹോദരന്മാരൊക്കെ ഉണ്ട്. അതിൽ ഒരാൾ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ബിസിനസ്സുകാരൻ, ജോലിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബിസിനസ്സുകാരനായ സഹോദരന് കൃപാവരങ്ങളുള്ള ഒരാളാണ്. എനിക്കറിയാവുന്നതിൽ ഏറ്റവും മിനിമം 3 കൃപാവരം അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഭാഷകളുണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, പ്രവചനമുണ്ട്. ഇത് 3 തനിക്കുള്ള ഒരാളാണ്. ഭാഷകൾ, വ്യാഖ്യാനം, പ്രവചനം. ഇത് 3 പുള്ളിക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങളൊന്നിച്ച് ഇവിടെ ഇരുന്നു. അവിടെ ഞങ്ങളെ ചെന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവർ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവർ പായിട്ട്, എൻ്റെ പൊന്നെ, ഇവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നമ്മ, എന്തോ ആരാണിയായിരുന്നു അറിയോ? തീ കത്തി ഇവരെല്ലാം അപ്പോൾ ഈ അമ്മാമ്മയും അച്ചാനും ചീത്ത വിളിച്ചെന്നുള്ളതാണ് എൻ്റെ അറിവ്. അന്നത്തെ സംഭവത്തിൽ അമ്മാമ്മ തുടങ്ങി വെച്ചു, അച്ചാനെ ഏറ്റുപിടിച്ചു, 2 പേരും ചീത്ത വിളിച്ചു. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഇവർ കത്തുന്ന ആരാനടക്കം ഈ പുള്ളി എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു പോയേക്കാന്ന് പറഞ്ഞു. എനിക്ക് ഈ പുള്ളിയോട് ഒരു പിണക്ക് തോന്നി. ഇത്രയും നല്ല ആരാനടക്കുമ്പോൾ പോകാമെന്ന് പറയുക മോശമല്ലേ? ഞാൻ പിന്നെ ഒരു അടുത്ത് വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങിയപ്പോൾ എന്താ എന്നെ കാര്യം എന്നോട് ചോദിച്ചു, ഇവർ ഈ അടുത്തിടയ്ക്കാണ് ചീത്ത വിളിച്ചായിരുന്നു ആരെങ്കിലും. ഞാൻ ചോദിച്ചു, തനിക്ക് എന്നാ കുഴപ്പം? ചീത്ത വിളിച്ചായിരുന്നു, വല്ല വഴക്കോ വല്ല ഉണ്ടോ? ചീത്ത വിളി ഉണ്ടാവില്ല. ഞാൻ ചെന്ന കാര്യം, അന്യഭാഷ വിളിച്ചത് മുഴുവൻ തെറിയാണ്, പച്ചത്തെറി അവർ വിളിച്ചത്. അപ്പോൾ ഈ 1 വർഷം മുമ്പ് തെറി വിളിച്ച് ഒരു അന്യഭാഷ പറഞ്ഞപ്പോൾ എന്തോ തെറി. അപ്പോൾ എല്ലാ അന്യഭാഷ അല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരാമെങ്കിൽ ഞാൻ പുള്ളി എടുത്ത് കൊണ്ടുപോവാം. എൻ്റെ പൊന്നു മക്കളെ, അതെന്നെ പേടിപ്പിച്ചു. അപ്പോൾ ഈ തെറി പറഞ്ഞിട്ട് വന്നിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ അന്യഭാഷയിൽ എന്താകാം? സത്യമായിട്ട് റെക്കൺസിലേഷൻ ആകാത്ത എല്ലാ പാപങ്ങളും ദുരാത്മാവിൻ്റെ വ്യാപാരമാകും. അത് വളരെ ഗൗരവമായിട്ട് ഓർക്കണം. ഒരു വാക്ക് പോലും നമ്മുടെ
ആത്മീയതയെ ബാധിക്കും. ഒരു വാക്ക് പോലും എന്തു ചെയ്യും? നമ്മുടെ നിത്യതയെ ബാധിക്കും. രണ്ടാമത് ഒരു സംഭവത്തിനും തിരുവനന്തപുരമാണ് സാക്ഷി. ഞാൻ കോവിഡിൻ്റെ ആ സമയത്ത് ഒരു വട്ടം തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അപ്പോൾ ഒരു ഇടവഴി ഒരു മരണത്തിന് പോവുക. ഞാനുണ്ട്, ഭാഷ അനീഷുണ്ട്. എൻ്റെ വണ്ടിയെ വന്ന് ഒരു വണ്ടി ഇടിച്ചു എൻ്റെ കണ്ണാടി പോയി. അപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു മുട്ടം പയ്യനോ ഒന്നോ കൊട്ട ആരോഗ്യമുള്ളൊരു പയ്യൻ, അവനങ്ങ് സങ്കടം വന്നു. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ മര്യാദയ്ക്ക് ഇവിടെ അങ്ങോട്ട് ഇരുന്നോണം, ഇറങ്ങി വന്ന് സമാധാനം പറഞ്ഞേക്കരുത്, ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാ, വല്ലതും പറഞ്ഞിട്ട് പോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ താക്കോല് തന്നിട്ട് ഞാൻ മറ്റ് ബസ്സേ കയറിപ്പോയി, പിന്നെ തന്നെ പോരാൻ പറഞ്ഞു. ഇവനങ്ങ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഇവൻ പോയപ്പോൾ എന്നോട് കർത്താവ് പറയുക, കണ്ണാടി പോയാൽ നിത്യതയെ ബാധിക്കത്തില്ല, കണ്ണാടിയുടെ പേരിൽ അലമ്പുണ്ടാക്കിയാൽ നിത്യതയെ ബാധിക്കും. ഏതാ വലുത്? അതോ കണ്ണാടിയോ? നമ്മൾ വന്നപ്പം കണ്ണാടിയില്ലായിരുന്നു, വണ്ടിയൊന്നുമില്ലായിരുന്നു. അല്ല, സ്റ്റിയറിങ്ങെ പിടിച്ചോണ്ടാ ഇങ്ങോട്ട് വന്നേ? ആണോ? അല്ലല്ലോ. അപ്പം നമ്മൾ വന്നപ്പം കണ്ണാടിയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഏതാ വലുത്? നിത്യത. അപ്പോൾ ഞങ്ങൾ പോരാൻ നേരത്ത് ചിലപ്പോൾ ഈ കുഞ്ഞത് കേൾക്കുന്നുണ്ടായിരിക്കാം. അവർ എന്നോട് നല്ലൊരു ഫാമിലിയാണ്, വളരെ നല്ലൊരു പിന്നെ ഞാൻ പരിചയപ്പെട്ട്. അപ്പോൾ ആ മോൻ എന്നോട് പോകാൻ നേരത്ത് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, പൈസ തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആദ്യം അങ്ങ് സമാധാനം, പൈസ തന്നിട്ട് അവൻ്റെ കൂട്ടത്തിലൊരു പൈസ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പൈസ തരണം, ഞാൻ പൈസ തരാം, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇപ്പം എൻ്റെ പൈസ ഇല്ല. ഒരു കാര്യം ചെയ്യും മോനെ, പിന്നെ ഷോറൂമിൽ പോവും, നിൻ്റെ വണ്ടിയും കൊണ്ട് പോകും, എന്നിട്ട് ഇൻഷുറൻസ് കിട്ടുമോ നോക്ക്, ഇല്ലെങ്കിൽ എന്നെ വിളിക്ക്, എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. എൻ്റെ നമ്പർ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്പറൊന്നും എനിക്ക് മാറാനൊക്കത്തില്ല, ഞാൻ ഫോൺ എടുക്കാതിരിക്കത്തില്ല, കാരണം ഞാനൊരു പാസ്റ്ററാണ്, എൻ്റെ പേര് പ്രിൻസ് തോമസ് എന്നാണ്, ഞാനിങ്ങനെ പവർ വിഷനിലൊക്കെ ഉള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഏതായാലും നിൻ്റെ കണ്ണാടിയുടെ പേര് നമ്പർ മാറാൻ നോക്കത്തില്ല, അതുകൊണ്ട് നീ പേടിക്കേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. ഞാൻ വൈകിട്ട് അവനെ വിളിച്ചു, പൈസ വേണ്ടേ, നാളെ പറയാമെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ വിളിച്ചു, മോനെ എങ്ങനെയാ കാര്യം? അവൻ പറഞ്ഞു, വേണ്ട അങ്കളെ, പൈസ വേണ്ട. ഞാൻ പിന്നെയും വിളിച്ചു, മോനെ എന്താടാ കാര്യം? അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു പൈസ വേണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയോട് പറഞ്ഞ, അവൻ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, അമ്മ പറഞ്ഞു കാണും, പുള്ളിയുടെ നിന്ന് പൈസ മേടിച്ചാൽ പുള്ളി ഇരുന്ന് കരയും, നമുക്ക് പൈസ വേണ്ടത്. എൻ്റെ പൊന്ന് പ്രിയരെ, പൈസ ഇല്ലാതെ തീർന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഹൃദയത്തിൽ അഭിമാനവും എന്നോടൊരു സന്തോഷം തോന്നിയ ഒരു ദിവസമുണ്ട്. ഞാൻ ഈ പ്രാവശ്യം കാനഡ ചെന്നപ്പോൾ എൻ്റെ വൈഫ് അവിടെ ചെന്നപ്പോൾ ഈ മോൻ എന്നെ വിളിച്ചു, ഓർമ്മയുണ്ടെന്ന് വണ്ടി തട്ടിയ മോനാ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, പിന്നെ അമ്മയെ ഞാൻ കണ്ടായിരുന്നു, വലിയ സന്തോഷം. അപ്പോൾ അവൻ എൻ്റെ കൂടെ വന്ന് ഒരു ദിവസം മുഴുവൻ അവനെനിക്ക് റൈഡ് തന്നു, ഒരു ദിവസം മുഴുവൻ. ഞാനന്ന് വല്ലതും പറഞ്ഞാൽ ഇവനെ തിരിഞ്ഞു നോക്കൂ. അത് തന്നെയല്ല, ഞാൻ എവിടെങ്ങാനും ചെന്ന് ഇറങ്ങി പ്രസംഗിക്കുമ്പോൾ ഇവൻ ഫേസ്ബുക്കിൻ്റെ അടിയിൽ എഴുതി എന്നെ കള്ളൻ എഴുതത്തില്ലേ, ഇവനാണ് പാസ്റ്റർ കള്ളൻ, അന്ന് അവൻ എന്നെ ചീത്ത വിളിച്ചായിരുന്നു എന്ന് പറയത്തില്ലേ? പറയും. അപ്പോൾ എപ്പോഴും ഓർത്തോണം, കണ്ണാടിയാണോ വലുത്, നിത്യതയാണോ വലുത്? നിത്യത. അപ്പോൾ നിത്യതയാണ് വലുതെന്നുണ്ടെങ്കിൽ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്തേക്കരുത്. മൂന്നാമത്തൊരു സംഭവം, ഞാനൊരു സ്ഥലത്ത് നിൽക്കുക, സാമാന്യം ഒരു സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ പണ്ട് പറയത്തില്ലേ, അന്ന് ഭൂമിയിൽ ഇല്ലാതിരുന്ന ഒരു കൊച്ചൻ എന്ന് വേണേൽ പറയാം. അവൻ എന്നെ ഒന്ന് ഹേർട്ട് ചെയ്തു, വല്ലാതെ ഹേർട്ട് ചെയ്തു. അവനെന്നെ ഒരുമാതിരി ഹേർട്ട് ചെയ്തപ്പോൾ എനിക്കത് ഹേർട്ടായിട്ടാണ് തോന്നിയത്. ഹേർട്ടായപ്പോൾ ഒന്നും ഞാൻ പ്രതികരിക്കണം എൻ്റെ സ്വഭാവത്തിൽ, എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിൽ ഞാൻ പ്രതികരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്തു നിന്ന് പോകണം, ഏതെങ്കിലും ഒന്ന് ചെയ്യണം. പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞ്, ക്രിസ്തുവിൽ പോയി മറിഞ്ഞിരുന്നോളാൻ, പ്രതികരിക്കാൻ വേണ്ട, ഹേർട്ട് ചെയ്യാൻ വേണ്ട, തിരിച്ചും പറയണ്ട, എന്തോ ചെയ്തോ മറിഞ്ഞിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ ഏറ്റവും വലുത് ഏതാ? നിത്യതയാണ്. നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്തേക്കരുത്, ഇടപെട്ടേക്കരുത്. ഈ നിത്യത എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളായി തീരുവാൻ അവന് അധികാരം കൊടുക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആരുടെയും കൈ ക്രെഡിറ്റ് കാർഡുണ്ടോ? ക്രെഡിറ്റ് കാർഡുള്ളവരുണ്ടോ? എന്തേ കയ്യിലുണ്ടോ? ആൻറ്റിക്ക് ക്രെഡിറ്റ് കാർഡുണ്ടോ? എനിക്കില്ല ആൻറ്റി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡെബിറ്റ് കാർഡുണ്ടോ ആരുടെയും കൈ? ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുള്ളവർ തരാം. ഞാൻ നമ്പർ ഡിസ്പ്ലേ ചെയ്യത്തില്ല, പേടിക്കണ്ട. അതെന്താ ഡെബിറ്റ്? അതെന്തോ ഡെബിറ്റ് അല്ല ക്രെഡിറ്റ്. അത് ക്രെഡിറ്റാണോ മോനെ? അധികം മേടിക്കാമോ? അധികം മേടിക്കാണ്ട ക്രെഡിറ്റ്. അതാണ്ട് ക്രെഡിറ്റ് കിട്ടി. ഇത് ഡെബിറ്റ്,
നമ്പർ കാണിക്കത്തില്ലേ, ഓൺലൈനൊക്കെ ആയതുകൊണ്ട്. ആൻറ്റി ഇത് ക്രെഡിറ്റ് കറക്റ്റ് അല്ലേ, ഇത് ഡെബിറ്റ്, മനസ്സിലായോ? ഈ ഡെബിറ്റ് കാർഡ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഡെബിറ്റ് കാർഡ് മോഡേ ഡെബിറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആദ്യം ഇതിനകത്ത് എന്തോ ഇടണം? പൈസ ഇടണം. എന്നിട്ട് ഇതിനകത്ത് നിന്ന് എന്തോ എടുക്കാം? പൈസ എടുക്കാം. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ? പൈസ വേണ്ട, എന്നിട്ട് വരച്ചാൽ മതി. എന്നിട്ട് പറഞ്ഞോ, ബാക്കി പറഞ്ഞോ. ബാങ്കിൽ നമുക്ക് എങ്ങനെ പൈസ തരും? ഇതിനകത്ത് പൈസ തരും. എന്നിട്ട് അതിനകത്ത് എന്തോ ചെയ്യണം? വരയ്ക്കണം. വരച്ച് കഴിയുമ്പോൾ പിന്നെന്തോ ചെയ്യണം? തരും. എന്നിട്ട് പിന്നെന്തോ ചെയ്യണം? എന്തുൾപ്പെടെ? സമയം പോയെങ്കിൽ പലിശ ഉൾപ്പെടെ അടിക്കണം. നിത്യത ഇതുപോലാണേ. ഇപ്പം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം. നിത്യത മുഴുവൻ എന്തോ ചെയ്യാം? മുഴുവൻ എന്തോ ചെയ്യാം? വിഡ്രോ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് നരകം പോലെ. ഇപ്പം എൻജോയ് ചെയ്യാം, വരച്ചാൽ മതി. എന്നിട്ടോ നിത്യത മുഴുവൻ പലിശ കൊടുക്കാം. ഒരു മനുഷ്യനും മരിക്കത്തില്ല, സംശയിക്കേണ്ട. നരകത്തിൽ പോലും മരിക്കത്തില്ല, സ്വർഗത്തിൽ പോലും മരിക്കുന്നില്ല. അവിടെ ബന്ധം വിച്ഛേദിക്കപ്പെടുക. ദൈവമായിട്ടുള്ള എന്തോ പോയി? ബന്ധം പോയി. അവിടെ ആസ്തിക്യം അവിടെയുണ്ട്. വേറെ തലത്തിലാണെങ്കിലും അവരെന്തോ ഉണ്ട്? ആസ്തിക്യമുണ്ട്. അപ്പം ആരും മരിക്കുന്നില്ലെന്നുള്ളത് സത്യം. അവരെല്ലാം എവിടെ പോവുക? ഒന്നിലെ നരകത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിൽ. അപ്പോൾ ഇവിടെ അടിച്ച് പൊളിക്കുന്നവരെല്ലാം നരകത്തിൽ എന്തോ കൊടുക്കണം? പലിശ കൊടുക്കണം. ഇനി നമ്മൾ ചത്തുപോയാലും നമ്മുടെ പിള്ളേർ പലിശ കൊടുക്കും. അതിൻ്റെ പേരാണ് ശാപം എന്ന് പറയുന്നത്. നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് തകർത്ത് നാരിയിട്ട് ഉപദേശിയും ചീത്ത വിളിച്ച് സഭയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, കമ്മിറ്റിയിൽ അടി ഉണ്ടാക്കി, നമ്മൾ ഈ കുടിയും അതൊന്നും പറയണ്ടല്ലോ. കമ്മിറ്റിയിൽ അടി ഉണ്ടാക്കി, സഭയിൽ പ്രശ്നം ഉണ്ടാക്കി, വഴക്കമുണ്ടാക്കി, കുറ്റം പറഞ്ഞ് നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ട് മേളിൽ എന്തോ കൊടുക്കും? പലിശ കൊടുക്കും. ആരാ പറഞ്ഞേ? പലിശ കൊടുക്കും. അതിൻ്റെ പേരാണ് നരകം. പലിശ ഒത്തിരി അനുസരിച്ച് തീ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ അവരും എന്തോ കൊടുക്കും? അതിൻ്റെ പേരാണെന്ത്? ശാപം. എന്നാൽ ഡെബിറ്റ് ഇപ്പം ചുരുങ്ങി മേളിൽ നിക്ഷേപിച്ച നമ്മുടെ പിള്ളേരെന്ന 3-4 തലമുറ ഇങ്ങനെ വിഡ്രോ ചെയ്യും. നീതിമാൻ തുണയില്ലായിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പം ഇറക്കുന്നത് എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. അതാണ് ഡെബിറ്റ്. നീതിമാൻ തുണയില്ലായിരിക്കുന്നതും ഡെബിറ്റ് ചെയ്യും. ഞാൻ 3-ാം തലമുറയിൽ നിൽക്കുന്നവനാണ്. ഡെബിറ്റാ. ഡെബിറ്റാണ്. അവരൊക്കെ പറയും ഏത് വേണം. സത്യത്തിൽ ഈ ഡെബിറ്റ് എടുക്കുന്നവരൊന്നും അടിച്ചു പൊളിച്ചിട്ടില്ല. അമേരിക്കയിൽ പോകുന്നവരെ നമ്മൾ സാധാരണ പ്രവാസികൾ എന്ന് വിളിക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വിത്ത് ഓൾ റെസ്പെക്റ്റ്. എന്നാൽ ഗൾഫുകാരാരാ? പ്രവാസികൾ. ഗൾഫുകാരവിടെ ഒത്തിരി അടിച്ചു പൊളിക്കത്തില്ല. പലരും ചെന്നാൽ കണ്ട മിഡിൽ ക്ലാസ്സൊക്കെ ഷെയർ ചെയ്താണ് ജീവിക്കുന്നത്. ഭയങ്കര പാടായി ഷെയർ ചെയ്ത് ജീവിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ജീവിതം. അടുക്കള ചെല്ലുമ്പോൾ വേറെ രീതി. ഇവിടെ 2 സ്ത്രീകൾ അടുക്കള കയറിയാൽ എപ്പോഴെങ്കിലും ശരിയാവും? ഇല്ല, സമ്മതിച്ചു. മക്കളെ ഇത് കണ്ട ആൻറ്റിയുടെ കുഞ്ഞ് കണ്ട ആൻറ്റിയുടെ ഇതാൻ കൊടുത്തരും മന ഇതാൻ കൊടുത്തു. അപ്പം അവർ ചുരുങ്ങുന്നത് എന്തിനാ? നാട്ടിൽ വന്നിട്ട് അവർക്കറിയാം അവിടെ ഇപ്പോഴാണ് അവിടെ ഏതാണ്ട് ഗോൾഡൻ കാർഡൊക്കെ കിട്ടുന്നത്. നേരത്തെ എവിടെ വരണം? നാട്ടിൽ വരണം. അപ്പോൾ അവരവിടെ ഇരുന്നുകൊണ്ട് ചുരുങ്ങി എങ്ങോട്ട് വിടും? നാട്ടിൽ വിടും. നല്ല റേറ്റ് കിട്ടുമ്പം അവരെല്ലാം ചവിട്ടി എങ്ങോട്ട് വിടും? നാട്ടിൽ വിടും. നാട്ടിൽ വിട്ടിട്ട് അവർക്കറിയാൻ തിരിച്ച് വന്ന് ഇവിടെ ജീവിക്കേണ്ടത്. എന്നാൽ അമേരിക്കയിൽ പോകുന്നവരവിടെ അവർക്കറിയാൻ തിരിച്ച് വരത്തില്ലെന്ന്. അവരിവിടുത്തെ കൂടെ വിറ്റിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? ട്രാൻസ്ഫർ ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോകും. എന്നിട്ട് അവരവിടെ വീടെടുക്കും, ലൈഫ് മുഴുവൻ മോർഗേജ് അടയ്ക്കും. അവർ തിരിച്ചു വരാൻ പോകുന്നില്ല. ക്രിസ്ത്യാനിറ്റികൾ നമ്മൾ പെന്തക്കോസ്തുകാർ എപ്പോഴും ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട്. നമ്മൾ ഗൾഫ് മലയാളികളെ പോലെ വേണോ അമേരിക്കൻ മലയാളികളെ പോണോ? വേണോ? ഗൾഫ് മലയാളി അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ചവിട്ടി എങ്ങോട്ട് വിടും? നാട്ടോട്ട് വിടും. ഇവിടെ നിൽക്കുന്ന വിശ്വാസിയും ചവിട്ടി എല്ലാം എങ്ങോട്ട് വിടണം? മേളി വിടണമെങ്കിൽ ഒത്തിരി ചുരുങ്ങണം. ഒത്തിരി ചുരുങ്ങിയാലേ മേളി ഡിപ്പോസിറ്റ് ഉണ്ടാകത്തുള്ളൂ.
അടിച്ചു പൊളിച്ചാൽ മേളിലൊന്നും കാണത്തില്ല. ചുരുങ്ങി മേളിൽ നിക്ഷേപിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുക, പുഴുവും തുരുമ്പും കെടുത്താത്തതും മോഷ്ടിക്കാത്തതുമായ എവിടെ നിക്ഷേപിക്കണം? മനസ്സിലാകുന്നുണ്ടോ? അല്ല, മനസ്സിലായോ? മനസ്സിലായ കാര്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടെ ഓക്കെ, മനസ്സിലായേ? അപ്പോൾ എവിടെ നിക്ഷേപിക്കണം? മേളിൽ നിക്ഷേപിക്കണം. വേണ്ടേ? ഈ രമേശ് കോശി പാസ്റ്റർക്കൊക്കെ അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മനു ചെറിയാൻ എന്ന് പറയും, കാനഡയിലാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ടിപ്പിക്കൽ പ്രവചനങ്ങളാണ്. അപ്പോൾ ഞാനൊരു ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വ്യക്തി ഈ പുള്ളിക്ക് അറിയത്തില്ല, 100% അറിയത്തില്ല. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ആശുപത്രി കിടക്കുകയാണ്, സീരിയസാണ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് ദൂത് പറഞ്ഞു, പ്രാർത്ഥിച്ചോ. ഈ പ്രാർത്ഥിക്കാൻ ഈ വിഷയം ഞങ്ങളുടെ ആ സൂമിൽ ആ മീറ്റിങ്ങിൽ പറഞ്ഞപ്പം, ഓൺലൈൻ മീറ്റിങ്ങാണ്, അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, പ്രിൻസിപ്പനെ അതങ്ങ് പുള്ളി ഒരു 5 വർഷം കൂടെ നമുക്കൊന്ന് പിടിച്ച് മേടിച്ച് വിട്ടേക്കാം, ഒരു 5 വർഷം കൂടി ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്നാ കാര്യം? ഇപ്പം ചെന്നാൽ ഗതികേടാ, ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ മനുഷ്യനെ പഠിച്ചപ്പം അറത്ത കൈക്ക് ഉപ്പിടാത്ത ഒരു വല്ലാത്ത മനുഷ്യൻ. എന്തുകൊണ്ട് വിശേഷം ചോദിച്ചാൽ എല്ലാം ഉണ്ട് എന്നെ, ആ ടൈപ്പ് ഒരു സാധന. അങ്ങനെ ഒരിക്കൽ പോലും കാണാത്ത മനുഷ്യൻ പറഞ്ഞു, അയാൾ ഇപ്പം പോയാൽ മേളിൽ എന്തോ ഇല്ല, ഒന്നുമില്ല. വേറെ സമയത്ത് വേറൊരാൾ, ഒരു പാവം പിടിച്ചൊരച്ഛൻ, നന്മയുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തെ ഇദ്ദേഹം കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ സീരിയസാണ്, പ്രാർത്ഥിക്കണം. പെട്ടെന്ന് ഈ മനുഷ്യൻ പറയുക, പൊക്കോട്ടെ അല്ലേ. ഞാൻ അതന്നെ ഇപ്പം ചെയ്യുന്നാൽ സ്റ്റേറ്റ് മുഖ്യമന്ത്രി റാങ്കിലാണ് ചെന്നിറങ്ങുന്നത്. മേളിൽ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. ദൂതൻ ഡോറ് തുറന്ന് പിടിച്ച് കയറി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അതെന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അപ്പം മേളിൽ വല്ലതും വേണ്ടേ? ഏറ്റവും കൂടുതൽ കാലം കഴിയാൻ പോകുന്നത് എവിടാ? മേലിലാണേ അതോ ഇവിടാണോ? പേടിക്കണ്ട, ഇവിടെ ഇരിക്കുന്നവരെല്ലാം 60 കഴിഞ്ഞവരൊന്ന് കൈ പൊക്കിക്കേ. എത്ര നാളോട് ജീവിക്കും? എത്ര നാളോട് ജീവിക്കണം? ആൻറ്റിക്ക് എത്ര നാളോട് ജീവിക്കണം? 60 കഴിഞ്ഞവർക്ക് എത്ര നാളോട് ജീവിക്കണം? ഏതായാലും പോവും കേട്ടോ, പേടിക്കണ്ട, പോവും. നിങ്ങൾക്ക് ഒത്തിരി നാൾ ജീവിക്കണമെങ്കിൽ ആരോഗ്യവും ഓർമ്മയും കൂടെ ചോദിച്ചോണം. അതില്ലാതെ ജീവിച്ച നരകമാണ്. അപ്പോൾ ഓർമ്മയെന്ന് ആരോഗ്യം ഉള്ളപ്പോഴേ ഇവിടെ ജീവിക്കാവൂ. സത്യമാണേ, അല്ലെങ്കിൽ ഗതികേടല്ലേ? അപ്പോൾ ഏതായാലും പോത്തില്ലേ, കൂടി എന്നാൽ ഇത്രയും ദിവസമുള്ളൂ. പിന്നെ ബാക്കി മുഴുവൻ എവിടാ? നിത്യതയില്ല. അവിടെ ആസ്തി വേണ്ടേ? ആസ്തി വേണമെങ്കിൽ ഒത്തിരി സൂക്ഷിക്കണം. ഇനി ആസ്തി വേണമെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്യണം. മോടെ പേരിനാടാ കണ്ണാടി ഐശ്വര്യമുള്ള കൊച്ചിനോട് തന്നെ ചോദ്യം ചോദിക്കാം. ഐശ്വര്യ, നല്ല പേര്. ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ? ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ? ഈശ്വരനാധീനമുള്ള, ഈശ്വരൻ നിന്ന് വരുന്ന എന്തോ, അതെന്താണെന്ത്? ഐശ്വര്യം. ദൈവകൃപയുള്ള കുഞ്ഞ, ഐശ്വര്യമുള്ള കുഞ്ഞ. മോടെ പപ്പായ അറിയാമല്ലോ. പപ്പായുടെ പപ്പായ അറിയാമോ? പപ്പായ അറിയാമോ? അറിയത്തില്ല. ഇല്ല. മോളെ മമ്മിയെ അറിയാം. മമ്മിയുടെ മമ്മി, അമ്മയുടെ അമ്മയെ അറിയത്തില്ല. മോക്ക് മമ്മൂട്ടി അറിയാമോ? മമ്മൂട്ടി അറിയാം. മമ്മൂട്ടിയുടെ മോൻ്റെ പേരറിയാമോ? മമ്മൂട്ടിയുടെ മോൻ്റെ പേരറിയാം. അറിയാം എന്നൊക്കറിയാം. എന്തോ സിനിമ അല്ല, എന്തോ സിനിമ? അതാരെ പറഞ്ഞു? അറിയാം. ഹബുക്കൊക്കെ എവിടാന്ന് ചോദിച്ചാൽ പറയത്തില്ല. സോറിയാണ്, ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ, പോസിറ്റീവായിട്ട് എടുത്താൽ മതി. മമ്മിയുടെ മമ്മിയെ അറിയത്തില്ല. പപ്പായ അറിയത്തില്ല, കണ്ടിട്ടില്ല. പേരറിയാവും മിനിമം. പപ്പായ അറിയാം. ഓക്കെ, വെരി ഗുഡ്, അത്രയും അറിയാം. മമ്മിയുടെ മമ്മിയെ അറിയത്തില്ല. മമ്മിയുടെ മമ്മി അറിയാം. പേരറിയാം. എൻ്റെ ഐശ്വര്യ, ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ പലർക്കും അറിയത്തില്ല. മോനറിയാമോ? പപ്പായ അറിയാമോ? ഇല്ല. മമ്മിയുടെ മമ്മി അറിയാമോ? ഇല്ല. മോക്കറിയാമോ? 10ാം ക്ലാസ് എഴുതാൻ പോവല്ലേ, CBSE? അതെങ്ങനെ അറിയാമെന്ന് ഞാനങ്ങ് പറയുന്നതല്ലേ, ഒത്തു. ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു, മമ്മിയുടെ മമ്മി അറിയാം. മമ്മിയുടെ മമ്മി അറിയാം? ഇല്ല. പപ്പായ അറിയാമോ? ഇല്ല. പക്ഷേ ബാക്കി എല്ലാവരെയും അറിയാം. ഒത്തിരി പേരെ അറിയത്തില്ലേ? മഹാത്മാഗാന്ധി അറിയത്തില്ലേ? കസ്തൂർബായി അറിയത്തില്ലേ? അറിയാം. അതൊക്കെ അറിയാം. പക്ഷേ ആരെ അറിയത്തില്ല? വല്യപ്പനെ അറിയത്തില്ല. വല്യപ്പനെ ഈ പേരൊരു 10 പ്രാവശ്യം ഇവിടെ പറഞ്ഞായിരുന്നെങ്കിൽ ഈ വീട്ടിൽ, ഇപ്പം മോള് CBSE എഴുതാൻ പോവുകയാണ്, ആണോ? അല്ലേ? അപ്പം 10 പ്രാവശ്യം പറഞ്ഞായിരുന്നെങ്കിൽ ഈ കൊച്ചിന് ഈ പേരറിയത്തില്ലേ?
ഈ കാർന്നവരുടെ പേര് 10 പ്രാവശ്യം പോലും ഈ വീട്ടിൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. മോക്കറിയാവോ? മമ്മിയുടെ മമ്മി അറിയാവോ? മമ്മിയുടെ മമ്മി അറിയാവോ? മമ്മിയുടെ പേരറിയാവോ? പപ്പായുടെ പപ്പായ അറിയാവോ? അറിയത്തില്ല. ഭയങ്കര ദുരന്തമാണ്. പക്ഷെ നമ്മൾ താമസിക്കുന്ന അല്ലെ നമ്മുടെ നാട്ടിലുള്ള പല വീടും ആ കരമടച്ച രസീതെടുത്ത് അങ്ങോട്ട് മുന്നാധാരം നോക്കിയാൽ മതി. ഇന്നാരുണ്ടാക്കിയതാണ്. ആ കുഴിച്ച് വെച്ച തേക്ക് വെട്ടിയില്ലേ, ആ തേക്ക് വെച്ചതാരായിരിക്കും? ആ കാർന്നവർ പോയപ്പോഴായിരിക്കും. അയാളുടെ പേര് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ഈ പിള്ളേർക്ക് വെച്ചേക്കല്ലേ, എല്ലാം വെട്ടിക്കൊണ്ടുവന്ന് ഇങ്ങ് കൊണ്ടുവരണം. നീതിമാൻ എന്നേക്ക് എന്തു ചെയ്യും? അല്ലെങ്കിൽ പൗരുഷന് കൊടുക്കുക. അപ്പോൾ ഒന്നും വെച്ചേക്കരുത്. കാരണം ഈ പിള്ളേർ എന്ത് ചെയ്യത്തില്ല, ഓർക്കത്തുമില്ല, പറയത്തില്ല. പറയുമോ? ഇല്ല. അതുകൊണ്ട് ഉള്ളതേക്കെല്ലാം വെട്ടി വയ്ക്കുക. നമുക്ക് ഹോള് പണിയണം, പൈസ വേണം, കൊണ്ടുവരണം, വേണ്ടേ? ഇവരോർക്കുമോ? അറിയാവോ? അതുകൊണ്ട് ഇവർക്കറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ ആളെ അറിയാവുന്ന പലർക്കും അറിയത്തില്ല. ചോദിച്ചോ, പലർക്കും അറിയത്തില്ല. എന്തിനാ ഈ കഷ്ടപ്പാട്? എന്തിനാ ഇതെല്ലാം കൂടെ ഇവിടെ സമ്പാദിക്കുന്നത്? അപ്പോൾ എല്ലാം എവിടെ നിക്ഷേപിക്കണം? അവിടെ നിക്ഷേപിച്ച ഒരു ഗുണമുണ്ട് കേട്ടോ. ഈ ഓർമ്മയുടെ ഒരു പുസ്തകമുണ്ട്. അത് പുറത്തെ ചരിത്രമൊക്കെ എസ്തറിലുണ്ട്. അതൊന്ന് തിരിച്ച് നോക്കുമ്പോൾ ഓർമ്മയെ വല്ലതും ഉണ്ടെങ്കിൽ നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഹല്ലേലൂയ. പലരും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കും. അതുകൊണ്ട് എന്തോ വേണം? മേളിലൊരു ആസ്തി വേണം. പറഞ്ഞേ, മേളിൽ എന്തു വേണം? ആസ്തി വേണം. ഉറക്കെ പറ. ഞാനതിന് പറയുന്ന അടുത്തൊരു കാര്യം മനസ്സിനെ ഇങ്ങനെ ചിന്തിപ്പിച്ചതാണ്. അയർലൻഡിലൊരു സായിപ്പച്ചനുണ്ട്. അദ്ദേഹം ബ്രിൻഡൻ മക്കോളി, ഒരു സാധുവായ മനുഷ്യനാണ്. 14 മക്കളുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയാണ്. അവർ ഇന്ത്യ വരാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനൊരു വട്ടം അയർലൻഡിൽ ചെന്നപ്പോൾ ഈ അപ്പച്ചനെ തപ്പിപ്പോയപ്പം കണ്ടു. അപ്പച്ചൻ എന്നോട് ആദ്യം ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിൽ എനിക്കൊരു 5 വയസ്സ് വന്നപ്പം വന്ന ഒരു തങ്കോയി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, അറിയാവുന്നവരോട് ഇരിപ്പുണ്ട്, ഇത്രയേ ഉള്ളൂ. തങ്കോയിയാണ് എല്ലാവർക്കും വെച്ച് വിളമ്പുന്നത്. ശനിയാഴ്ച രാത്രിയൊന്നും തങ്കോയി ഉറങ്ങത്തില്ല. വലിയ കലത്തിൽ ചോറ് വെച്ച് എല്ലാവരെയും കഴിപ്പ് എത്രയോ വർഷങ്ങൾ, 1000കണക്കിന് ഉപദേശിമാർക്ക് വെച്ച് വിളമ്പി. അപ്പോൾ ഈ അപ്പച്ചൻ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, തങ്കോയി ഈഷി അല്ലായി? ഞാൻ പറഞ്ഞു, വെരി മച്ച് അല്ലായി. പുള്ളിക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ വൈ ഡോണ്ട് യു കം ടു ഇന്ത്യ? പറഞ്ഞു, നോക്കട്ടെ, വരും. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് എന്നെ വിളിച്ചു, ഞാൻ പോയി കൊണ്ടുവന്നു. വന്നുകൊണ്ട് ചോദിച്ചു, തങ്കോയി എന്ത് ചെയ്യും? തങ്കോയിയെ കണ്ടു. തങ്കോയി അവരും കൂടെ വർത്തമാനം പറയുന്നത് കേട്ടാൽ വലിയ രസമാണ്. അവർക്ക് നോ ബാരിയർ, കമ്മ്യൂണിക്കേഷൻ ബാരിയറേ ഇല്ല. തങ്കോയി പറയുന്ന അവർക്ക് മനസ്സിലാവും, അവർ പറയുന്ന തങ്കോയിക്കും മനസ്സിലാവും. നമുക്കാണ് ഈ ഭാഷയുടെ പ്രശ്നമൊക്കെ. ഏതായാലും യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എളിയനായി ഞാൻ അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് പുള്ളിക്കാരൻ ചോദിച്ചു, വേർ ഈസ് തങ്കോയി? ബ്രിങ് തങ്കോയി. അപ്പോൾ തങ്കോയി അടുക്കളയിൽ എങ്ങനെ നിൽക്കുക. തങ്കോയി ഓടിപ്പിടിച്ച് കൊണ്ടുവന്നു. തങ്കോയി വന്നപ്പോൾ ഇവർ രണ്ടും കൂടി ഈ അപ്പച്ചനും മദാമയും സായിപ്പും കൂടെ അവിടെ പെട്ടി തുറന്നിട്ട് ഒരു പെട്ടി എടുത്തു. അത് നമ്മൾ ഓർണമെൻ്റൊക്കെ ചെയ്ത് പെട്ടി ഈ ഷോക്കേസിൽ വെക്കുന്ന ആ പെട്ടി അവർ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു ദൈവത്തോട് ഇന്ത്യക്ക് പോകണോ? കർത്താവ് പറഞ്ഞു ഇന്ത്യക്ക് പോകാൻ. ഇന്ത്യക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങളൊരു ഉദ്ദേശമായിട്ടാണ് വന്നത്, ടു ഓണർ തങ്കോയി. എന്നിട്ട് അവർ ഈ പെട്ടി തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, തങ്കോയുടെ പെട്ടി കണ്ടോ, ഇത് MD ആണ്. ഒരടുക്കളയിൽ പാസനേജിൻ്റെ ഒരു അടുക്കളയിൽ നിൽക്കുന്ന തങ്കോയിയുടെ പെട്ടി MD ആണ്. അവർക്ക് എന്താ വേണ്ടേ? തങ്കോയി ചേച്ചി കൂടി വന്ന ഒരു കട്ടിൽ വേണം, അതുകൊണ്ട് കുറച്ച് സാരി വേണം, അത് വേണം, ഇത് വേണം. അതിൽ കൂടുതൽ എന്തോ തങ്കോയിക്ക് വേണ്ടേ? തങ്കോയിക്ക് ഇപ്പം ബെൻസ് കാറിൻ്റെ ഒന്നും ആവശ്യമില്ല. തങ്കോയി അടുക്കള നിൽക്കുകയല്ലേ, തങ്കോയിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ പെട്ടി MD ആണ്, പക്ഷെ മേളിലെ പെട്ടി നിറഞ്ഞു എന്ന് പറയാൻ വന്നു. മേളിലെ പെട്ടി നിറഞ്ഞു എന്ന് പറയാൻ വന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഇംഗ്ലണ്ടിൽ ഇറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ തങ്കോയ്യാണ്. ഇതാണ് നിത്യത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം. പിമ്പന്മാർ പലരും മുമ്പന്മാരാകും, മുമ്പന്മാർ പലരും പിമ്പന്മാരാകും. ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം കാണാൻ പോകുന്ന നിത്യതയില ആരും അറിയാത്ത കുറേ പേരിങ്ങനെ കയറി വരും. ഏതൊക്കെയോ എളിയ മനുഷ്യർ ദൈവരാജ്യത്തിൽ ഉരുകിത്തീർന്നവർ, ആരും അറിയാതെ ചെലവായി പോയവർ, ആരും അറിയാതെ വേലയ്ക്ക് ചുമട് കൊടുത്തവർ, ആരും അറിയണമെന്ന് ആഗ്രഹിക്കാതെ ഒരു പരാതിയില്ലാതെ ഇവിടെയൊക്കെയോ നിന്നവർ തിളങ്ങി നിൽക്കുന്ന ഒരു സുപ്രഭാതം വരും. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടും, ഉയർപ്പിൻ
സുപ്രഭാതത്തിൽ വീണമീട്ടും സംഘത്തിൽ കൂട്ടത്തിൽ വിളിക്കും നേരത്തിൽ കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല തന്റെ മുഖം കണ്ടിടും പ്രിയനെ ഞാൻ അന്യനല്ല കണ്ടിടും യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. പ്രിയരെ, കർത്താവ് വരാറായി. നിത്യതയിലൊരു ആസ്തി വേണ്ടേ? നിത്യതയിലൊരു നല്ല ആസ്തി വേണ്ടേ? നിത്യതയിലേക്ക് സ്വരൂപിക്കണ്ടേ? അതിന് കോട്ടം വരുന്ന ഒരു കാര്യത്തിലും ഇടപെട്ടേക്കരുത്. അതിന് കോട്ടം വരുന്ന ഒരു വഴക്കിലും പോയി പെടരുത്. അതിന് കോട്ടം വരുന്ന ഒരു ഇടപാടിലും പോയി പെടരുത്. ഏത് കാര്യവും ചെയ്താലും ഓർക്കണം, ഇതെൻ്റെ നിത്യതയെ അഫക്റ്റ് ചെയ്യുമോ? വിൽ ഇറ്റ് അഫക്റ്റ് മൈ ഇറ്റേണിറ്റി? അതുകൊണ്ടാണ് അന്ന് പലരും അറിയാതെ പെടാതെ പോകും. പക്ഷെ ഒന്നാമത്തെ വരവിൽ കർത്താവിനെ അറിഞ്ഞില്ല പലരും. അതുകൊണ്ടാണ് ക്രിസ്തു പറയുക, യോഹന്നാൻ പറയുന്നു, ആ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായിത്തീരാൻ അവിടെ നിന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. ദൈവമക്കളായിത്തീരാൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഈ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ ഒരു കാര്യമാണ്, ബുദ്ധിപരമായ ഒരു കാര്യമാണ്. ഇറ്റ്സ് ആൻ ഇൻ്റലക്ച്വൽ ആക്ഷൻ. വിശ്വസിക്കുക, ബുദ്ധിപരമായിട്ട് അറിയുന്നൊരു കാര്യം വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? ഭൂമി കറങ്ങുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുകയാണ്. പക്ഷേ ഭൂമി കറങ്ങുന്നത് പോലെ നമ്മൾ കറങ്ങിയാൽ താഴെ പോത്തില്ലേ? ഭൂമി കറങ്ങുന്ന കൂട്ടത്തിൽ നമ്മുടെ തല കറങ്ങിയാൽ നമ്മളെന്തോ ചെയ്യും? താഴെ പോകും. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന എന്തോ കറങ്ങുന്നു? ഭൂമി കറങ്ങും. നമ്മളെല്ലാം ഒരു വിശ്വാസമാണ്, അല്ലേ? നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ കയറിയിട്ടുള്ളവരുന്ന് കൈപ്പൊക്കിക്കുക, നല്ല സൂപ്പർ ഭാഷ. ബസ്സായിരുന്ന് ഉറങ്ങിയവരൊന്ന് കൈപ്പൊക്കിക്കുക. ആരെ വിശ്വാസമാണ്? ഡ്രൈവറെ വിശ്വാസമാണ്. എന്നോ ഉറങ്ങുന്നത് അടുത്തിരിക്കുന്നവന് അവൻ തട്ടി ഉണർത്തി ആ വീട്ടിൽ അങ്ങോട്ട് വരെ നമുക്ക് ഒരിക്കൽ പോലും കാണാത്ത ആരെ വിശ്വാസമാണ്? ഡ്രൈവറെ വിശ്വാസമാണ്. ഡ്രൈവർ ഉറങ്ങുമെന്ന് ചിന്തയുള്ളവന് ഉറങ്ങുമോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കും. പക്ഷേ നമുക്ക് ആരെ വിശ്വാസം? ഡ്രൈവറെ വിശ്വാസം. ചിലപ്പോഴെങ്കിലുമൊക്കെ ഓർത്ത് പോയിട്ടുണ്ട്, ഈ ഫ്ലൈറ്റേ കയറുമ്പോൾ ഇവർ വന്ന് ഇന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കും. ഇത് കണ്ടാൽ അവത്തെ എന്ത് ചെയ്യാൻ പോകത്തില്ല. കയറാൻ തോന്നുമോ? ഇല്ല. ഇതെങ്ങാനും പോയെങ്കിൽ. പക്ഷേ നമ്മളെന്തിനെ വിശ്വാസം? പൈലറ്റിനെ വിശ്വാസം, ഫ്ലൈറ്റ് ഉണ്ടാക്കിയ എഞ്ചിനീയറെ വിശ്വാസം ബുദ്ധിപരമാണ്. പക്ഷേ ആ വിശ്വാസം അല്ല ഇവിടെ പറയും. ഒത്തിരി പേർക്ക് യേശുവിനെ വിശ്വാസമാണ്. രാവിലെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോൾ അവർ കാണാം 3 സ്ഥലത്ത് നിർത്തും, 3 പൈസ ഇടും. എവിടൊക്കെയാണ്? മോസ്കിൽ വിടും, കാണിക്കവഞ്ചിയിൽ അവിടെ ഇടും, പള്ളിയുടെ അവിടെ ഇടും. എല്ലാവരെയും എന്താ? വിശ്വാസമാണ്. എല്ലാവരെയും വിശ്വാസം. നല്ല കാര്യമാണ്, പോട്ടെ, അവരെത്രയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, വിത്ത് ഓൾ റെസ്പെക്റ്റ്. പക്ഷേ വിശ്വാസം അതല്ല കർത്താവ് പറയുക, അവനെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഈ അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് അപ്പുറത്തുള്ളൊരു കാര്യമാണ്. ഞാൻ അതിനെ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് വായിച്ചൊരു കഥയുണ്ട്. അത് ഞാൻ ഈ ഒരു വർഷം മുഴുവൻ പറഞ്ഞു, വീണ്ടും പറയുക. ക്രിസ്മസായി, ഇപ്പോൾ ക്രിസ്മസ് വരെ ഇവിടെ ഒരു ഇവൻ്റ് നടക്കുന്നു. എന്താ അതിൻ്റെ പേര്? ഗ്ലോറിയ ഡിയോ. അർത്ഥം എന്തുവാ? ദൈവത്തിന് മഹത്വം. ഗ്ലോറിയ ഡിയോ ഗ്രീക്കാണ്. ഡിയോ ഗ്രീക്കാണോ അതോ എന്താ അന്നേരം ദൈവത്തിന് മഹത്വം? ലാറ്റിൻ. ഓക്കെ, പറയുന്നതൊക്കെ വിശ്വസിക്കുക. ഗ്ലോറിയ ഡിയോ. അപ്പം ദൈവത്തിന് മഹത്വം. അപ്പോൾ അത് ലാറ്റിനാണ്. എനിവേ, ക്രിസ്മസ് ഭയങ്കര സന്തോഷമാണ്. ക്രിസ്മസ് ഒരു സന്തോഷമല്ലേ? നക്ഷത്ര വിളക്കുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്, സാന്താക്ലോസ് ഉണ്ട്, ആകെ ബഹള. നമുക്ക് ഇവിടെ ടൗണിലുണ്ടോയെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഗ്രാമങ്ങളിലൂടെ എല്ലാം പിള്ളേരെന്തിന് പോകും? ഗരവൾ പോകും. എന്തോ ഒരു സന്തോഷമല്ല. പുൽക്കുടിൽ കൽത്തൊട്ടിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിൽ ഓർമ്മദിനം അടിച്ച് പൊളിച്ച് പാടും. പോരാ നേരത്തിച്ച് പൈസ കൊടുക്കും അവർ പാടും. സന്തോഷ സൂചകമായി
തന്ന അത് സ്വീകരിച്ച് ബാലരായ ഞങ്ങളിതാ പോകുന്നത്. സന്തോഷം, അവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം അല്ലേ. അപ്പം ക്രിസ്മസൊക്കെ വരിക. അപ്പോൾ ക്രിസ്മസ് വന്നപ്പോൾ വിദേശത്തൊരു സ്ഥലത്ത് ഒരു പള്ളിയുടെ കൂടെ ചേർന്നുള്ള ചർച്ചിൻ്റെ സ്കൂള്. അപ്പോൾ ആ സ്കൂളിലെ ഓരോ ക്ലാസ്സുകാർക്കും ഒരു പ്രോഗ്രാം കൊടുത്തു. അതിനകത്ത് 8ാം ക്ലാസ്സുകാർക്ക് കൊടുത്ത പ്രോഗ്രാം തിരുപ്പിറവി, കർത്താവിൻ്റെ ജനനം നാടകമാക്കണം. അപ്പോൾ അവർ നാടകത്തിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്തപ്പോൾ അവരെല്ലാം സ്ക്രിപ്റ്റെല്ലാം തയ്യാറാക്കി. പക്ഷെ അവർക്ക് വന്നൊരു ടെക്നിക്കൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടികൾ പല രീതിയിലാണ്, നമുക്കറിയാം. ചില കുട്ടികൾ ഇപ്പം ഹൈപ്പർ എന്ന് പറയത്തില്ലേ, ഒത്തിരി പിള്ളേർ ഇപ്പോൾ ഹൈപ്പറാണ്. പക്ഷേ ഈ ഹൈപ്പർ എന്ന് കേട്ട് ഇപ്പോഴാണ് ഈ ഡയഗ്നോസ് ചെയ്ത് പാസ്റ്റർ ഈ ഹൈപ്പർ എന്ന് പറയുന്ന പണ്ടത്തെ മെനയാണ്. പണ്ട് പലരും ആരായിരുന്നു? ഹൈപ്പറായിരുന്നു. ഹൈപ്പറിന് സൈക്കോളജിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഹൈപ്പറിൻ്റെ മെന അങ്ങനെ മാറ്റി, അച്ചായനടിച്ചു, അമ്മയടിച്ചു, അമ്മൂമ്മയടിച്ചു, സാറടിച്ചു, ടീച്ചർ അടിച്ചു, മെന എന്തായി? ഓക്കെ ആയി. മെന ഓക്കെ ആയി. അവരെങ്ങനെ കിട്ടുമെന്നറിയാം. അവരെ 2 സൈക്ലിങ് പിടിപ്പിക്കും. 1 ഫുൾ സൈക്കിളും 2 ഹാഫ് സൈക്കിളും. ഹാഫ് സൈക്കിൾ ചവിട്ടുന്ന ഇവിടെ പിടിച്ച അന്നേരം ഇങ്ങനെ പോകും. പിന്നെ ഇവിടെ ഒരു ഞുള്ളുണ്ട്, അന്നേരമാണ് എന്തോ ചവിട്ടുക. ഫുൾ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടോ? ഫുൾ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈ പൊക്കിക്കുക, പിള്ളേരൊക്കെ കാണട്ടെ. ഫുൾ സൈക്കിൾ ചവിട്ടിയിട്ടുള്ളവരുണ്ടോ? അയ്യോ ഇല്ലേ, ഞാനുണ്ട്. അത് ഈ കണക്ക് സാറന്മാരെ ഈ ഫുൾ സൈക്കിള് ട്യൂഷനൊക്കെ ചെല്ലുമ്പോൾ അവരെന്തിനാണെന്നറിയാം നമ്മളെ പിടിച്ചത്. എനിക്കിപ്പോഴും അവരുടെ സങ്കടമുണ്ട്. ടാൻ തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ. ലോകത്തൊരു ഗുണം ഉണ്ടാകാത്തൊരു സാധനത്തിൻ്റെ പേര് എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും എവിടെ വെച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ടാനും സൈനും കോസിൻ്റെയും ഒക്കെ പേര് ഫുൾ സൈക്കിൾ പഠിച്ചില്ലേ, അതൊക്കെ മെനയായിരുന്നു. പിന്നെ കുറച്ച് പേര് ഫ്ലോയ് ഉണ്ടായിരുന്നു, അവരാണ് ഈ മൊണ്ണെന്നൊക്കെ പറയുന്നത്. മൊണ്ണയ്ക്ക് എന്താ പറ്റി? മൊണ്ണയ്ക്ക് എന്നാ പറ്റാനാ? ഗവൺമെൻറ് സ്കൂളിലെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നവരൊക്കെ ഡോക്ടറൊക്കെ ആയി. ഡോക്ടറൊന്നും ആയില്ലെങ്കിലും അവരെന്തെങ്കിലും സാറൊക്കെ ആയി. 2ാമത്തെ ബെഞ്ചിൽ ഇരുന്നവരാണ് LD PSC എഴുതിപ്പോയത്, LD ക്ലാർക്ക് നോർമൽ. 3ാമത്തെ ബെഞ്ചിൽ ഇരുന്നവരാണ് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയത്. 4ാമത്തെ ബെഞ്ചിൽ ഇരുന്നവരാണ് ഉപദേശിയായത്. ആയില്ലേ? ആർക്കാ കുഴപ്പം വന്നേ? ഒന്നിനും കുഴപ്പം വന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്ലോ എന്ന് പറയുന്നൊരു കൊച്ചുണ്ടായിരുന്നു, അവൻ്റെ പേര് വാലസെന്ന്. വാലസിന് പറയാൻ വലിയ പാടാണ്. അപ്പോൾ ഇവരെ പറഞ്ഞ് വാലസിനെ ഒഴിവാക്കാമെന്ന്. അപ്പോൾ വാലസിനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞപ്പോൾ ചില പറഞ്ഞ് വാലസിനെ ഒഴിവാക്കാൻ പാടില്ല, ഉണ്ണീശോ സഹിക്കുമോ, ആരെങ്കിലും ഒഴിവാക്കാൻ ഒക്കുമോ? ഇല്ല. ഒടുവിൽ വാലസിന് ഒരു റോള് കൊടുത്തു, ഏറ്റവും ചെറിയ റോൾ ഇത്രയേ ഉള്ളൂ. ജോസഫ് മറിയത്തെ താങ്ങി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് ഗൂഗിളിലൊക്കെ ഉണ്ട് ഈ നാടകം, ഇത് ഇന്നെന്നുള്ള പേര്. അപ്പം വന്നിട്ട് മുട്ടുമ്പോൾ വാലസ് വന്ന് കഥ തുറക്കും. അപ്പം ചോദിക്കും സ്ഥലം ഉണ്ടോ ചോദിക്കുമ്പോൾ വാലസ് പറയണം സോറി ഹിയർ നോ പ്ലേസ് എന്ന് പറയണം. അത്രയേ ഉള്ളൂ, കഥ അടച്ചാൽ മതി. നാടകം തുടങ്ങി. ജോസഫ് മറിയത്തെ താങ്ങി പിടിച്ചുകൊണ്ട് വന്ന് കഥകെ മുട്ടി. വാലസ് കഥ പറഞ്ഞു. വാലസ് പാവമല്ലേ, വാലസിന് ഈ മറിയത്തെ കണ്ടപ്പോൾ അങ്ങ് സങ്കടം വന്നു. വാലസ് ഇങ്ങനെ കരഞ്ഞു, സങ്കടപ്പെട്ട് നോക്കി നിന്നപ്പോൾ ജോസഫ് ചോദിച്ചു സ്ഥലം തരാമോ? വാലസിനെ പറയാൻ മടിയായി. അപ്പോൾ ടീച്ചർമാർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു വാലസ് ടെൽ നോ പ്ലേസ്. അവസാനം ഇവരെല്ലാം കൂടി നോ പ്ലേസ് എന്ന് പറഞ്ഞപ്പോൾ വാലസ് സങ്കടപ്പെട്ട് പറഞ്ഞു നോ പ്ലേസ് എന്ന്. എന്നിട്ട് ജോസഫ് മറിയത്തെ കൊണ്ട് അങ്ങ് പോയി. കഥ കിട്ടക്കോന്ന് അടച്ചില്ല. വാലസ് ഇങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് നേരം അവർ പോയപ്പം വാലസ് കൈ കൊട്ടിയപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയാൽ പറഞ്ഞു എൻ്റെ കട്ടിൽ തന്നേക്കാന്ന് പറഞ്ഞു. ഇനി അങ്ങനെ നാടകം പോവും. ഇനിയുമാണ് വിദ്വാൻമാർ വരും, പൊന്നും മൂരും കുന്തിരിക്കാൻ കാഴ്ച വെക്കണം, ഇടയന്മാർ വരണം, എല്ലാം കേൾക്കണ്ട, എല്ലാം പോയി. പക്ഷേ ആ വർഷത്തെ ഏറ്റവും നല്ല നാടകമായിട്ട് തിരഞ്ഞെടുത്തു. കാരണം ജനമെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച്. സത്യത്തിൽ ഇതാണ് കൈക്കൊള്ളുക എന്ന് പറയുന്നത്. വാലസ് പറഞ്ഞ് എൻ്റെ ഇടങ്ങ് തന്നേക്കാം. ബുദ്ധിയൊന്നുമില്ല, ഈ ബുദ്ധിമാന്മാർക്ക് ഇതൊന്നും ഒക്കത്തില്ല. പക്ഷെ വലിയ ബുദ്ധിയില്ലാത്ത ഒത്തിരി പേര് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പോരാൻ പറയും. എൻ്റെ ഹൃദയം നിനക്കാണ്, എൻ്റെ ഹൃദയം അങ്ങയ്ക്കാണ്, എൻ്റെ ഹൃദയം അങ്ങയ്ക്കാം. അത് വലിയ ബുദ്ധിയുള്ളവർക്കൊന്നും നോക്കത്തില്ല. അവരിങ്ങനെ 1000 വട്ടം ആലോചിക്കും. 1000 വട്ടം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനെ ഒന്നും നടക്കത്തില്ല. നടക്കുമോ? ഇല്ല. ബുദ്ധി കുറഞ്ഞവർ പറയും താണ്ട് ഇവിടെ ഇടമുണ്ടെന്ന്. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ദിവസം പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി മാറ്റിയത്. അത് ബുദ്ധിമാന്മാർക്കൊത്തില്ല, അത് മിടുക്കന്മാർക്കൊത്തില്ല. പക്ഷേ ഒത്തിരി സാധുക്കൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ബാ എൻ്റെ ഹൃദയം അങ്ങയ്ക്കാന്ന് പറഞ്ഞു. അതൊരു കൺവെൻഷൻ ആയിരിക്കാം, അതൊരു യോഗത്തിൽ വെച്ചായിരിക്കാം, അതൊരു ട്രാക്റ്റ് വായിച്ചപ്പോഴായിരിക്കാം, അത് ഒറ്റയ്ക്ക് നടന്നപ്പോഴായിരിക്കാം. പക്ഷേ എപ്പോഴെല്ലാം കർത്താവ് ഇടപെട്ടോ അവർ പറഞ്ഞു എൻ്റെ ഹൃദയം നിനക്കാണ്. ഹൃദയത്തിൽ അവർ ദൈവത്തിനെ വിശുദ്ധീകരിച്ച് സ്വീകരിച്ചു. അങ്ങനെ കൈക്കൊണ്ടവർക്ക് എന്തായി തീരാം? ദൈവ മക്കളായി തീരാം. ഇന്നത്തെ ഉത്തരാധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എളിവനായി ഞാൻ പറയും, ഏറ്റവും വലിയ പ്രശ്നം
പണത്തെക്കാൾ ദാരിദ്ര്യത്തെക്കാട്ടും കൂടുതൽ സ്നേഹദാരിദ്ര്യമാണ്. ഈ മനുഷ്യനായ മനുഷ്യർക്കൊന്നും ആരുമില്ല, ഉണ്ടോ? ഇല്ല. സത്യത്തെ ആരും ഇല്ലാത്തവരാ ഈ മനുഷ്യർ, എല്ലാ മനുഷ്യരും. കൊച്ചു കുഞ്ഞ് അപ്പച്ചൻ്റെ അടുക്ക ചെന്ന് കരയുക, എന്താ മോനെ? അപ്പച്ച എന്നോട് ആർക്കും ഇഷ്ടമില്ല അപ്പച്ച, എന്നെ പറ്റി എന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂണും പാത്രമെല്ലാം താഴെ പോയി, എന്നിട്ട് അമ്മേനെ അടിച്ച് ശരിയാക്കി. അപ്പച്ചൻ കരഞ്ഞൊക്കെ മോനെ പറഞ്ഞു, എൻ്റെ അപ്പച്ചന് പാർക്കിൻസൺസാ, ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പോയി. നിൻ്റെ അമ്മേനെ അടിച്ചില്ലെന്നുള്ളടാ, അമ്മേനെ അടിച്ചില്ലെന്നുള്ളു. അടിക്കുന്നതിനെക്കാട്ടിയും വലിയ വർത്താനം പറഞ്ഞു തന്നെ ഉണ്ടാക്കി മുടിപ്പിച്ച് തേച്ച് കഴുകുക, മൈസാങ്കാലത്ത് ചാകത്തുമില്ല, കട്ടിലൊടിയത്തുമില്ല, ഇരിക്കുക പറഞ്ഞടാ. അപ്പച്ചൻ മോനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്കും ആരുമില്ല. മോൻ കരഞ്ഞു, എനിക്കും ആരുമില്ല. എല്ലാവരുടെയും പ്രശ്നം എന്തില്ലെന്നുള്ളതാണ്, ആരുമില്ലെന്നുള്ളത്. സ്നേഹദാരിദ്ര്യമാണ്. തിരുവനന്തപുരം ഒരു പട്ടണമല്ലേ, ഗ്രാമങ്ങളുണ്ടെങ്കിൽ പോലും. പട്ടണം എന്നൊക്കെ പറയുന്നതിന് നല്ലൊരു ഡെഫിനിഷൻ കേട്ടു. വാട്ട് ഈസ് സിറ്റി? സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരുമില്ലാത്ത കുറേ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ സിറ്റി. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ്. ഫ്ലാറ്റിൽ അപ്പുറത്ത് ആരാന്നറിയാവോ? ആരോ വരുന്നു, ആരോ പോകുന്നു, എപ്പോഴോ വരുന്നു. അവരിടയ്ക്ക് പുറത്ത് പോയി കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കിടക്കുന്നു. ആരാ? ആരും ഇല്ലാത്ത ഒത്തിരി പേര്. ഇതാണ് മനുഷ്യൻ. പക്ഷേ ഈ അനാഥത്വം മാറ്റുന്ന ഒറ്റ ഇടമുണ്ട്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ കൈക്കൊണ്ടാൽ പിന്നെ മക്കളായി. മക്കൾക്കൊരിക്കലും അനാഥരല്ല. മക്കൾക്കാരുണ്ട്? അപ്പനുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. നിങ്ങൾ എനിക്ക് ഘടകം തന്നാൽ ഉണ്ടല്ലോ, ഞാൻ നിനക്ക് അപ്പനായി മാറും. പറഞ്ഞേ, കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക്. എത്ര വലിയ ഭാഗ്യം, വലിയ ഭാഗ്യം. ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യം, സന്തോഷം, നമ്മൾ അനാഥരല്ലെന്നുള്ളതാണ്. അനാഥരല്ല. ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പം സത്യത്തിൽ ഈ ഏറ്റവും കൂടുതൽ അനാഥത്വം അനുഭവിക്കുന്നത് പാസ്റ്റർമാരാണ്. റിയാലിറ്റി. നിങ്ങളുടെ പിള്ളേർക്കൊരു പ്രശ്നം വന്ന് നിങ്ങൾ ആരോട് പറയും? പാസ്റ്റർ പറയും. ഞങ്ങളുടെ പിള്ളേർക്ക് പ്രശ്നം വന്ന് ആരോട് പറയണം? ദൈവത്തോട് പറയണം. എന്നാൽ പിന്നെ നിങ്ങൾക്കും അങ്ങ് പറഞ്ഞാൽ പോരെ ദൈവത്തോട്. നിങ്ങളെന്തിനാ ഞങ്ങളുടെ അടുക്കലോട്ട് വരുന്നത്? അപ്പം നിങ്ങൾക്ക് പറയാൻ പാസ്റ്ററുണ്ട്, സത്യമല്ലേ? ഞങ്ങൾക്ക് പറയാൻ ആരില്ല. ആരോടും പറയാം. ഞാൻ പറയും, എല്ലാ സഭയിലും ഞാൻ പറയും, സെക്രട്ടറിയോട് പറയരുത്. സെക്രട്ടറി നാളെ പറയും, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ സഭ എന്ത് ചെയ്യരുത്? ഭരിക്കരുത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയത്തില്ലെന്ന് തീരുമാനിച്ചു. അതെന്നെ പഠിപ്പിച്ചത് ഒരു ഓട്ടോക്കാരനാണ്, എൻ്റെ സുഹൃത്താണ്, പക്ക RSSകാരൻ. ഞാനൊരിക്കൽ 2007 വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ വന്നേ. അപ്പോൾ ഞാൻ വന്നിട്ട് അവിടെ പോയതും വന്നതും എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ RSSകാരൻ ഒന്നാം തരം കാവ്യ കയ്യിൽ കൊടുത്ത കുറി തൊട്ട് നടക്കുന്ന പക്ക RSSകാരൻ. പക്ഷെ ഞാനും അവനെയും കൂടെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിച്ച. ഇപ്പോഴും അവനെന്നോട് സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ് അവനെന്നോട്. എനിക്ക് അവനോട് സ്നേഹമാണ്. എൻ്റെ അമ്മയെ അവനെ അമ്മയെന്നായിരുന്നു വിളിക്കുന്നത്. എൻ്റെ അമ്മ അവനെ മോനെന്നായിരുന്നു വിളിക്കുന്നത്. എൻ്റെ പെങ്ങൾ അവനെ മോനെന്നായിരുന്നു വിളിക്കുന്നത്. അത്ര ഞങ്ങളുടെ വീടുമായിട്ട് അടുത്തൊരു സമയം. ഇപ്പം പക്ഷേ എനിക്ക് തിരക്കായതുകൊണ്ട് കാണുന്നില്ല അങ്ങനെ ഒരു കാര്യം. എന്നാൽ പോലും അവൻ എന്നെ ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ വിളിച്ചു, എടാ നീ എങ്ങാണ്ട് പോയേക്കുമായിരുന്നു. പോയി, എടാ നീ പ്രസംഗിക്കുമ്പം ബൈബിളൊക്കെ പഠിച്ച് നല്ലപോലെ വചനത്തിൽ നിന്നൊക്കെ പ്രസംഗിക്കണം. എൻ്റെ പൊന്നു പെങ്ങളെ, അവൻ എന്നോട് പറയുക വചനത്തിൽ നിന്ന് പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, വചനത്തിൽ നിന്നോ? നിനക്ക് എന്താടാ? എടാ ഞാൻ നിൻ്റെ സമക്കാരനൊന്നും അല്ല, എന്നാലും നീ എൻ്റെ സ്നേഹിതനായിട്ട് ഞാൻ പറയാം. നീ പോയിട്ട് വരുന്നിട്ട് അവിടുത്തെ കീർവാണം ഒന്നും ഇവിടെങ്ങും പറയില്ല, സഭയിൽ നല്ലപോലെ വചനം പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചു, അതെന്നാ കാര്യം? യോഗം കഴിഞ്ഞ് പോയാൽ എല്ലാവരും എൻ്റെ ഓട്ടോയിലാണ് പോയത്. അവനെ പോയിട്ട് അവൻ ഭയൻ്റെ കേൾക്കാനാ. അയ്യോ നമ്മളെ ഞായറാഴ്ച അവൻ വല്ലതും കൊണ്ടുവന്ന് അവൻ്റെ ഭാര്യ നിന്നാൽ പോരെ. ഓട്ടോക്കാരൻ എന്നെ പഠിപ്പിച്ചു, ഒരു കാര്യവും പറയരുത്. വാഴ്വ് എൻ്റെ RSSകാരൻ സുഹൃത്തിന്, സത്യത്തിൽ അവൻ RSSൻ്റെ നല്ല പ്രവർത്തകനാണ്. പക്ഷേ അവന് ജാതി മതമൊക്കെ നമ്മളുണ്ടാക്കുന്നതല്ലേ. അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇന്നും അവൻ എന്നോട് സ്നേഹമാണ്. അവൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യവും പറയണ്ടടാ. എവിടെ ഇരുന്ന് പറയും? ഓട്ടോയ്ക്കകത്തിരുന്ന് പറയും. വീട്ടിലെ കാര്യം ഓട്ടോയ്ക്കകത്തിരുന്ന് പറയുമോ? പറയില്ല. അതാണ് കുഴപ്പം. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യവും ആരോടും എന്ത് ചെയ്യത്തില്ല. പിന്നെ ആരോട് പറയും?
അവിടെയാണ് ഞാൻ ഈ ഭയം എന്ന് പറയുന്നത്, ഈ പാനിക് അറ്റാക്ക് എന്നൊക്കെ പറയത്തില്ല ഇപ്പം പിള്ളേർ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവം, അത് ഭയങ്കര ഭീകരം കേട്ടോ. ഞാനങ്ങനെ പൊതുവെ പേടിക്കുന്ന ഒരാളല്ല. എനിക്കങ്ങനെ ഭയം ഇല്ലത്തെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും പൊതുവേ എനിക്കങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഭയക്കാറില്ല. പക്ഷേ ഒരു രാത്രി 2018 പ്രളയം കഴിഞ്ഞ ഒരു രാത്രി ഞാൻ പേടിച്ചു. ഒരു പേടി എന്നെ പിടിച്ചു. അത് ഒരു ദുശക്തിയുടെ പോരാട്ടമായിരുന്നു. ശരിക്കും ഞാൻ പേടിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ ചുരുണ്ടുപോയി, പിടിച്ചു. ഞാൻ രാത്രി ഒത്തിരി ഇരുട്ടിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് കുറച്ച് നേരം വന്ന് പ്രാർത്ഥിക്കാവും. അദ്ദേഹം ദൂരെ നിന്ന് വന്ന് എൻ്റെ കൂടെ ഇരുന്ന് 3-3:30 വരെ ഇരുന്നു. എന്നിട്ട് പുള്ളിക്ക് വെളുപ്പിന് ചെല്ലണം, പുള്ളി പോയി. ഞാൻ തന്നെ ഹോളിൽ കിടക്കുക. ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ ഹോളിലാണ്. നേരം വെളുത്തില്ല, ആളെ കാണത്തില്ല. എൻ്റെ ഭാര്യ ഓടി വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരോ മുറ്റത്ത് നിന്ന് വിളിക്കുന്നു, ബെല്ലടിക്കുന്നു. ചോദിച്ചപ്പോൾ അച്ഛനെ കാണാൻ വന്നാന്ന് പറഞ്ഞു. അവൾ എന്നെ വന്ന് വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് ആളെ കഷ്ടിച്ച് കാണാവുന്ന ഒരു വട്ടം വരുന്നേ ഉള്ളൂ. അയ്യോ ഇന്നാരല്ലേ? ആണോ? ഒത്തിരി ദൂരെ നിന്ന് വരിക. എന്നാ കാര്യം? അല്ല പറയാം, ഒന്നുമില്ല, ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കയറി പറഞ്ഞു. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് പോവാം. പക്ഷേ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ ചെന്ന കാര്യം പേടിച്ചോ? ഉള്ളോ പറ. ഞാൻ പറഞ്ഞു പേടിച്ചു. 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടിയുണ്ട്, നീ പെട്ടെന്ന് പോയി പ്രിൻസിനെ കണ്ടിട്ട് പറ പേടിക്കണ്ടെന്ന്. എനിക്കൊരു കർത്താവിനെ അറിയാം. ഞങ്ങളുടെ ചർച്ചയിൽ രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാത്രി അവർ വീടിൻ്റെ മുറ്റത്തൂടെ എങ്ങനെ പോകുന്നേ. അപ്പോൾ ഒരു രാത്രി ഞാനൊരു പേഴ്സണൽ വിഷയത്തിൽ വല്ലാതെ ഭാരപ്പെട്ടു. എന്നിട്ട് എല്ലാവരും ഉറങ്ങിയപ്പോൾ എൻ്റെ തിണ്ണെ വന്നിരുന്നു. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത്. കാരണം മുറ്റത്തൂടെ പോകുന്നവർ കണ്ട രാത്രി ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഞാൻ തന്നെ സെറ്റ് ചെയ്തിരിക്കുക. 2:45 സാമച്ചൻ പാസ്റ്റർ ബെല്ല്. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. അച്ഛാ എന്നച്ചാ മോൻ്റെ കല്യാണം 2:45 വെളുപ്പിനെ. ഞാൻ ഇന്ത്യയിലാണോ പുല്ലൂരാ? അന്നോട് പറഞ്ഞു പ്രിൻസേ രാവിലെ നിന്നെ വിളിക്കണമെന്ന് ഇപ്പം ചിരിക്കുകയായിരുന്നു. പക്ഷേ വിളിച്ചപ്പോൾ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ, മറക്കാതിരിക്കാം. പക്ഷേ അതിനല്ല വിളിച്ചത്. ഞാൻ ഒരു വെളിപ്പാട് കണ്ടുകൊണ്ട് ഉണർന്നു. ഇപ്പം തന്നെ നിന്നോട് കൺവേ ചെയ്യണമെന്ന് തോന്നി. അതെന്താണോ പറഞ്ഞത് അതെൻ്റെ പ്രശ്നത്തിനുള്ള ഉത്തരവായിരുന്നു. ഞാൻ ഈ മനുഷ്യൻ അവിടെ ഒറ്റയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്തിരുന്ന ആരെ കണ്ടേ. പക്ഷെ എനിക്കൊന്നറിയാം, എൻ്റെ കണ്ണ് നനഞ്ഞ അറിയുന്ന ഒരപ്പനുണ്ട്, എൻ്റെ മുഖം പാടി അറിയുന്ന ഒരപ്പനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും ഞാൻ അനാഥനല്ല. എൻ്റെ മുഖം പാടി എന്നെ ചോദിക്കുന്ന ഒരപ്പനെ എനിക്കറിയാം. എൻ്റെ കണ്ണ് നനഞ്ഞാൽ കണ്മീ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കരഞ്ഞുകൊണ്ടുറങ്ങിയ ആർക്കെല്ലാം അറിയാം എത്രയോ ജീവിതയാത്രയിൽ പോയി അന്നല്ല ഈ അപ്പം വന്നു. ഒന്നേ ആളെ വെട്ടി അപ്പൻ എങ്ങനെങ്കിലുമൊക്കെ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു സാരമില്ലത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ. 20ാമത്തെ പകൽ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. ഞാൻ അനാഥനല്ല. അവൻ്റെ മക്കൾ ആരും അനാഥരല്ല. അവന് ഹൃദയം കൊടുത്തവരാരും അനാഥരല്ല. നന്ദിയാൽ നിറയും എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേ
നന്ദി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടരുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടരുമായി നാഥൻ ചാരയുണ്ട്. ആരാധന ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കാഴ്മീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ പദവി. അവിടുത്തെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും അപ്പം മക്കളായി തീർന്നാൽ ഒരപ്പനുണ്ട്. ഈ അപ്പനെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവുണ്ട്. അതാണ് ഈ പിതാവിൻ്റെ പ്രത്യേകത. ചോദിക്കും മുമ്പ് അറിയും. വീണ്ടും തിരുവനന്തപുരം സാക്ഷിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒത്തിരി വർഷം മുമ്പ്, കുറേ നാൾക്ക് മുമ്പ് ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ് നാട്ടിലോട്ട് റാന്നിക്ക് പോകുമ്പോൾ ഒരു 4-4:15 ഞാനൊരു കൊട്ടാരക്കരയായപ്പോൾ എന്നെ ഒരു സഹോദരൻ വിളിച്ചു. അതൊത്തിരി പേര് കേട്ടാൻ തോന്നുന്നു. ഞാൻ ചർച്ചയ്ക്ക് കൊണ്ടിരി ക്യാമ്പിൽ പറഞ്ഞത് അവർ കട്ട് ചെയ്തിട്ടു. അപ്പോൾ എൻ്റെ വിളിച്ച സഹോദരൻ പറഞ്ഞു ദൂരെ നിന്ന് വരികയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ റാന്നി വഴി പോവുകയാണ്, പക്ഷേ എനിക്ക് വീട്ടിൽ കയറാൻ സമയമില്ല. എൻ്റെ കൈ കുറച്ച് പ്രോൺസ് ഉണ്ട്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ മേടിച്ചു, പക്ഷേ എനിക്ക് വീട്ടിൽ കയറാൻ സമയമില്ല. അതുകൊണ്ട് ആരെങ്കിലും ടൗണിൻ്റെ അവിടോട്ടൊന്ന് വിടണം, പെട്ടെന്ന് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നാര് വരുന്നുണ്ട്, പുള്ളിയുടെ കൈ കുറച്ച് പ്രോൺസ് ഉണ്ട്, നമുക്ക് തരാൻ മേടിച്ചതാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ടൗണിലോട്ട് ഇന്നടത്തോട്ട് വിടാൻ പറഞ്ഞു. പ്രോൺസ് ഉണ്ട്, ടൗണിലോട്ട് വിടാം. ഒരു 4:15 4:30 ഇത് കേട്ടപ്പോൾ അവളങ്ങ് കരയുക, വിതുമ്പുക. പ്രോൺസാ എന്നിട്ട് അവൾക്ക് ഇതൊക്കെ വിതുമ്പ്. ഞാനോർത്ത് ഈ പ്രോൺസും കരച്ചിലുമായിട്ട് എന്താ ബന്ധം? പ്രോൺസ് ഉണ്ടെന്ന് പറയുമ്പോൾ കരയേണ്ട കാര്യമാണ്. ഞാൻ എന്തോ പറ്റി? അല്ല അച്ഛാ, കൊച്ചു സ്കൂളിൽ നിന്ന് വന്നു, എന്നിട്ട് വന്ന ഉടനെ ബാഗ് താത്തിട്ടിട്ട് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ഒരു കൂട്ടുകാരി പ്രോൺസ് ബിരിയാണി വെച്ചുകൊണ്ട് വന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം, നല്ല രുചിയായിരുന്നു. അമ്മ ഒരു പ്രോൺസ് ബിരിയാണി വെച്ച് തരണം. എന്നിട്ട് എടുത്തു അതിലൊരു കൊട്ടേഷൻ. നടക്കത്തില്ലെന്നൊക്കെ അറിയാം, പിന്നെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്നൊന്നും നടക്കത്തില്ലെന്ന് അറിയാം, പിന്നെ അങ്ങ് പറഞ്ഞതാ. ഇത് പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടപ്പോഴാണ് വിളിക്കുന്നത് പ്രോൺസ് വന്നേക്കുന്നത്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, ആ സഹോദരൻ ചോദിച്ചു അപ്പോഴാണ് മേടിച്ചത്. അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ വഴി ഉച്ചയ്ക്ക് വന്നപ്പം ഇതിരിക്കുന്ന കണ്ടപ്പോൾ ഓർത്ത് നിങ്ങൾക്ക് മേടിച്ചേക്കാം. ഞാൻ മക്കളെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറുടെ മക്കളാണെങ്കിൽ ചോദിച്ചാൽ കിട്ടും, മുഖ്യമന്ത്രി മക്കളാണെങ്കിലും ചോദിച്ചാൽ കിട്ടും, പക്ഷെ നീ ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആലപ്പുഴ വഴി വന്ന ഒരു മനുഷ്യനെ കൊണ്ട് മേടിപ്പിക്കുന്നതാണ്. ഈ ചോദിക്കും മുമ്പ് അറിയുന്ന ഒരപ്പനുണ്ടെന്ന്. ചോദിക്കും മുമ്പ് അറിയുന്ന ഒരപ്പൻ. ഞങ്ങളെന്തിനെങ്ങനെ പ്രസംഗിക്കുന്നേ? വാട്ട് ഈസ് യുവർ ഫാദർ എന്നൊക്കെ ചോദിച്ചാൽ നല്ല പേരൊക്കെ ഉള്ളവരാണെങ്കിൽ ഞെളിഞ്ഞി എന്ന് പറയത്തില്ലേ? ഞങ്ങൾ ഈ കവലയിലും അവിടെയുണ്ട് നിന്ന് ഈ ഉറക്കെ പ്രസംഗിക്കുന്നത് പറയാനൊരു അപ്പനുള്ളത് കൊണ്ടാണ്. അപ്പനെക്കുറിച്ച് പറഞ്ഞാൽ മോശമല്ലെന്നുള്ളത് കൊണ്ട്. അപ്പോൾ എന്താണ് സുവിശേഷ വേല? അപ്പനെക്കുറിച്ച് പറയുന്ന സുവിശേഷ വേല. ഇങ്ങനൊരു അപ്പനുണ്ടെന്നുള്ള അറിവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അപ്പൻ്റെ മക്കളായി തീർന്നവരെല്ലാം ഈ 20ാമത്തെ ദിവസം കരങ്ങൾ ഉയർത്തി ഒന്ന് ചില നിമിഷങ്ങളൊന്ന് വിളിച്ചേ. ഉള്ളിൽ നിന്ന് വിളിക്കണം.
ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും എന്നൊന്നും പറഞ്ഞ് വലിയ കടുകട്ടി വാക്കുകളൊന്നും ഉപയോഗിക്കാതെ അപ്പത്തൊന്ന് വിളിച്ചാൽ ഭയങ്കര തിരക്കുള്ളിടത്തും ദാവീദ് പുത്ര എന്ന് പറഞ്ഞപ്പോൾ ആയിരങ്ങൾ കിടന്ന് വിളിക്കുമ്പോൾ ഈ കണ്ണുപൊട്ടനെ ആര് കാണാൻ? പക്ഷേ ആ അപ്പം നിന്നു. തിക്കിത്തിരക്കെ രക്തസ്രാവക്കാരത്തി തൊട്ടതാര് കാണാൻ? പക്ഷെ അവനറിഞ്ഞു. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താൻ തലോടലുമായി നാഥൻ. എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രസംഗമല്ല. ഞെട്ടിയുണർന്ന എത്രയോ രാത്രികളിൽ അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവമുണ്ടെന്ന് പറയാൻ തെളിവിൻ്റെ ആവശ്യം വേണ്ട. 1000 തെളിവുകൾ നിരത്തി ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് ദൈവമുണ്ടെന്ന് പറയാൻ തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന. കരങ്ങളെല്ലാം ഉയർത്തി ഒന്നിനും കുറവില്ലാതെ നടക്കുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടക്കുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടക്കുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടക്കുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കൂടെ കൂടെ പറയുന്ന ഒരു സുഹൃത്തിൻ്റെ സാക്ഷ്യമുണ്ട്. സുഹൃത്ത് കെനിയക്കാരനാണ്. അദ്ദേഹം ഇന്ത്യയിൽ പഠിക്കാൻ വന്ന ഒരു സുഹൃത്താണ്. ഇന്ത്യയിൽ വന്ന് മാസ്റ്റേഴ്സ് എടുത്ത ഈ സഹോദരൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായി. അദ്ദേഹം നല്ല ശക്തനായ ശുശ്രൂഷകനാണ്. ഇന്ന് അനധിസാധാരണമായ വചന വെളിപ്പാടാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുമ്പോൾ എളിവനായി ഞാൻ പരിഭാഷപ്പെടുത്തുകയാണ്. പക്ഷേ പരിഭാഷ മുഴുമിപ്പിക്കാൻ പാടായിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ല ഒരു വലിയ ശക്തനായൊരു ശുശ്രൂഷകനായിട്ടാണ് നിൽക്കുക. പക്ഷേ അതല്ലായിരുന്നു എൻ്റെ ബാല്യം. അമ്മയുടെ വയറ്റിൽ ആരോ എന്നെ നിക്ഷേപിച്ചു.
അപ്പനാരാന്നറിയാതെ ഞാൻ വളർന്നു. ഇരുട്ടിൻ്റെ മറവിൽ അമ്മയ്ക്ക് കൊടുത്ത ആരോ കൊടുത്ത ഒരു സമ്മാനം, ഒരു ജീവപിണ്ഡം, ഒരു മാംസം, അതായിരുന്നു ഞാൻ. ജനിച്ചപ്പോൾ അപ്പനാരാന്നറിയാതെ വളർന്നു. ആരൊക്കെയോ വളർത്തി, അമ്മയുടെ സഹോദരിമാരൊക്കെ സ്കൂളിലാക്കി. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വളർന്നപ്പം നിക്കറ് മേടിക്കാൻ പലപ്പോഴും കീറി നിക്കറ്. അദ്ദേഹം പറയുക, ഫീസ് അടയ്ക്കാനില്ല, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. അങ്ങനെ പലപ്പോഴും അപമാനിക്കപ്പെട്ടു. എല്ലാ മക്കളെയും അപ്പന്മാർ കൊണ്ടുവരുമ്പോൾ, അവരുടെ PTA മീറ്റിങ്ങിന് പേരൻസ് വരുമ്പോൾ ഇവൻ ചുരുണ്ടു സങ്കടപ്പെട്ട് നിൽക്കുക. 9th എടുക്കാറായപ്പോഴായി കർത്താവിനെ കണ്ടത്. അന്ന് താൻ കാര്യം തീരുമാനിച്ച് ഇനി അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കില്ല, അമ്മയോടൊന്നും ചോദിക്കില്ല, എല്ലാ ആവശ്യവും കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ ഇന്ത്യയിൽ വന്ന് പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് വലുതായി മിടുക്കനായി കഴിഞ്ഞപ്പോൾ ജന്മം കൊടുത്ത അപ്പനെ ഒരിക്കൽ കണ്ടു. അന്ന് അപ്പം ബലഹീനായി. ഇവൻ നല്ല ശക്തനാ ഫെലിക്സ്. അപ്പനോർത്തു ബലിഷ്ടമായ ഇവൻ്റെ കരങ്ങൾ അപ്പൻ്റെ കഴുത്തിൽ പിടിക്കും. അപ്പം പേടിച്ച് നിൽക്കുക. പക്ഷെ അപ്പനെ കുത്തിപ്പിടിച്ചില്ല, കെട്ടിപ്പിടിച്ചു. അപ്പനെ കൊണ്ട് അടുത്ത ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി തനിക്ക് ജന്മം തന്ന ഒരിക്കൽ പോലും ഒരു മുട്ടായി മേടിച്ച് തരാത്ത, ഒരു ഫീസ് തരാത്ത അപ്പന് ഷർട്ട് മേടിച്ചു കൊടുത്തു, ഏറ്റവും നല്ല ബ്രാൻഡ് ഷർട്ട്. അത് കഴിഞ്ഞ് അപ്പനെ കൊണ്ട് ഒരു നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ബുഫേ കഴിക്കാൻ, ഏറ്റവും കോസ്റ്റ്ലി, ഏറ്റവും അവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി എല്ലാം കഴിക്കാൻ നിർബന്ധിക്കുക. അപ്പം ചോദിച്ചു, നീ എന്നെ എന്തിനെങ്ങനെ കൊല്ലുന്നേ? നീ എന്നെ നീ എന്തായി ചെയ്യുക? അവൻ അപ്പനോട് പറഞ്ഞു, അപ്പനെനിക്ക് വാരിക്കോരി സ്നേഹം തന്നിരുന്നെങ്കിൽ, എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ, ടാറ്റ തന്ന് കയറ്റി വിട്ടിട്ട് തിരിച്ചു വരുമ്പം വാതുക്ക നിന്നിരുന്നെങ്കിൽ, എനിക്ക് ഷർട്ട് മേടിച്ച് തന്നിരുന്നെങ്കിൽ, ഒരു കാര്യം ഇത്രയും അറിയത്തില്ലായിരുന്നു ഈ അപ്പനെ. പക്ഷെ അപ്പൻ നിഷേധിക്കുന്നതല്ല, വാരിക്കോരി തന്ന ഒരു അപ്പനെ എനിക്കറിഞ്ഞത് നിഷേധിക്കപ്പെട്ട ഒരു സ്നേഹം. എത്രയോ അനാഥർ പറയും, അവിടുന്ന് എനിക്ക് പിതാവാ. കാൺമീൻ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എല്ലാവരും ഉറക്കം പറഞ്ഞേ, ഞാൻ അനാഥനല്ല, ഞാൻ അനാഥനല്ല, ഞാൻ അനാഥനല്ല, ഞാൻ അനാഥനല്ല, എനിക്കൊരപ്പനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ പുതിയ ദൈവിക വെളിപ്പാട് പറയുകയാണ്. ദൈവം ജഡാവതാരം എടുത്തു. കാരണം അന്ന് പഴയ നിയമ എബ്രായ സങ്കല്പത്തിൽ ആ ചിന്തകളിലും വചനചിന്തകളിലും ഒക്കെ, അല്ലെങ്കിൽ അവരുടെ ദൈവസങ്കല്പങ്ങളിൽ, ദൈവവിചാരങ്ങളിൽ ദൈവം മനുഷ്യനായി അവതരിക്കുന്നവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, ആർക്കും ഒരിക്കലും കാണാൻ കഴിയാത്ത ദൈവം താണ്ട് 6 അടി പൊക്കത്തിൽ, നമുക്ക് കാണാവുന്ന ഭാഗത്തിൽ, നമുക്ക് തൊടാവുന്ന ഭാഗത്തിൽ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർക്കും തൊടാവുന്ന, ആർക്കും സംസാരിക്കാവുന്ന, ആർക്കും കാണാവുന്ന ദൈവം മനുഷ്യനായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ തൻ്റെ ചിന്തകളെ തുടങ്ങുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണമുണ്ട്. യോഹന്നാൻ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് അടയാളം എന്നൊരു വാക്കാണ്. അത്ഭുതം, മിറക്കിൾ എന്ന് ഉപയോഗിക്കുന്നില്ല, സയൻസ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. അടയാളം ശരിക്കും എന്താ? അടയാളം, വാട്ട് ഡസ് ഇറ്റ് മീൻ? സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു സൈൻ കണ്ടു, ഒരു ചെറിയ പാലം, അല്ല ചെറിയ 2 വര, ഇടുങ്ങിയ വഴി, അർത്ഥം മുമ്പിൽ എന്തോ ഉണ്ട്? പാലമുണ്ട്. പെട്ടെന്ന് ഒരു ഹമ്പിൻ്റെ സൈൻ കണ്ടു, അർത്ഥം പെട്ടെന്നൊരു എസ് കണ്ടു, അർത്ഥം വലിയ എന്തോ ഉണ്ട്? വളവുണ്ട്. അപ്പോൾ എസ് ആണോ വളവ്? അല്ല, മുമ്പിൽ വരാൻ പോകുന്ന ഒന്നിനെ കാണിക്കുന്നതിൻ്റെ പേരാണെന്ത്? സൈൻ. യോഹന്നാൻ ഉപയോഗിക്കുന്ന സൈൻ എന്നൊരു വാക്കാണ്. യോഹന്നാൻ പറയുകയാണ്, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ എന്തോ ഉണ്ടായിരുന്നു? കല്യാണം ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ കാനാവിൽ കല്യാണം. 3-ാം നാൾ ഒരു പ്രതീക്ഷയുടെ ദിവസം, ക്രോണോളജിക്കൽ ഓർഡറിനേക്കാൾ ഉപരി അവിടെ ഒരു പ്രതീക്ഷയുടെ ദിവസമായിട്ട് കാണാം. 3-ാം നാൾ വേദോസത്തിലും ഉണ്ട്. വേണമെങ്കിൽ 3-ാം നാൾ ഈ കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം. കടലിലും ആയിട്ടൊക്കെ കടൽ തീരത്തുള്ള ആരെങ്കിലും ഉണ്ടോ? കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചിന്തകളുണ്ട്. ഒരാൾ കടലിൽ പോയ എത്ര ദിവസം വരും? 3-ാം പക്കം എന്ന് പറഞ്ഞൊരു സിനിമ പണ്ടുണ്ടായിരുന്നു, 3-ാം പക്കം. ഇനി സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ടൊന്നും പറയല്ലേ, പണ്ടത്തെ ഒരു സിനിമയാണ് 3-ാം പക്കം. ആര് കടലിൽ പോയാലും ഏത് ദിവസം വരും? 3-ാം പക്കം. ഞങ്ങൾക്കും അറിയാം, ആർട്ടിലൊക്കെ ഒരാൾ പോയാൽ 3-ാം ദിവസം ശവം പൊങ്ങും. 3-ാം ദിവസം ഒന്നും പൊങ്ങിയില്ല, പിന്നെ മിക്കവാറും എന്ത് ചെയ്യത്തില്ല, പൊങ്ങാൻ കിട്ടത്തില്ല. അപ്പം 3-ാം പക്കം ഒരു പ്രതീക്ഷയുടെ ദിവസമാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ എന്തുണ്ടായിരുന്നു?
കല്യാണം ഉണ്ടായിരുന്നു. ആരെ ക്ഷണിച്ചു? യേശുവിനെ ക്ഷണിച്ചു. അല്ല, ആരെ കൂടെ ക്ഷണിച്ചു? ശിഷ്യന്മാരെയും ക്ഷണിച്ചു. അങ്ങനെ ശിഷ്യന്മാരും യേശു അവിടെ വന്നു. അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇൻഗ്രീഡിയൻ്റാണ്. ഒരു കല്യാണത്തിന് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ശുശ്രൂഷ പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രാധാന്യം മനുഷ്യൻ കൊടുക്കുന്ന ഒരു കാര്യം എന്താ? ഭക്ഷണം, അല്ലേ? ഭക്ഷണം. ക്രൈസ്തവ പാരമ്പര്യം മറക്കരുത്, വചന പാരമ്പര്യം മറക്കരുത്. വചന പാരമ്പര്യത്തിൽ തികയാതെ വരരുത്. ഒരു ഇടയോഗം നടത്തിയാൽ പോലും 50 പേരെ വിളിച്ചിട്ട് 25 പാലപ്പം കൊണ്ടിരിക്കരുത്. ഒന്നും കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കൊടുക്കണം. കാരണം 5 അപ്പം കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? എന്നിട്ട് എന്തോ ചെയ്തു? ബാക്കി പറ, പെട്ടെന്ന് പറ. 20 ദിവസം ഉറക്കെ ബാക്കി എന്തോ ചെയ്തു? 12 കൊട്ട എന്തോ ചെയ്തു? നിറച്ചെടുത്തു. എന്തിന്? എനിക്ക് ഉത്തരം കിട്ടി. ഞങ്ങളുടെ കൊച്ചിലെ ഒരു പാവ ഉപദേശി റോഡേ പോയി സുശേഷ ഉപദേശിയാണ്. അപ്പോൾ ഒരു കൺവെൻഷൻ ഈ അപ്പച്ചന് പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തു. അപ്പച്ചനാണ് ഒരു 1.5 പ്രാർത്ഥനയായിരുന്നു. പുള്ളി അങ്ങോട്ട് കയറി എന്നിട്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കേട്ടോ മോളെ, കേട്ടോ? ഐശ്വര്യ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് 5000 പോഷിപ്പിച്ച് എല്ലാത്തിനും തൃപ്തിപ്പെടുത്തിയിട്ട് അതിൻ്റെ മിച്ചമെല്ലാം കൂടെ 12 കൊട്ട നിറച്ചെടുപ്പിച്ചിട്ട് അത് 12 അപ്പോസ്തലന്മാർ വെച്ച് വേടാ ഇവിടെ എന്ന് പറഞ്ഞ് അവന്മാരുടെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് 12 മുക്കവക്കൊടിലെ പട്ടിണി മാറ്റിയ കർത്താവി. കേട്ടോ? 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. എന്നിട്ട് 12 മുക്കവക്കൊടിലെ എന്തോ മാറ്റി? പത്രോസിന് അമ്മായിമ്മ ഉണ്ടായിരുന്നോ? അമ്മായിമ്മയ്ക്ക് എന്തോ പിടിച്ചു? അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു. കർത്താവ് സൗഖ്യമാക്കി, ഇല്ലേ? അപ്പം മിക്കവാറും ആര് കാണാം? അമ്മായിമ്മ ഉണ്ടെങ്കിൽ ആര് കാണും? ഭാര്യ ഉണ്ടെങ്കിൽ എന്ത് കാണാം? പിള്ളേർ കാണാം. ഏതായാലും ഈ പിള്ളേർ പട്ടിണിയല്ലേ, ഇയാളിങ്ങ് പോകുന്നില്ലേ? അവരുടെ കാര്യം ആര് നോക്കി? കർത്താവ്. അതിനരിക്കാൻ മിച്ചം വെച്ച് കൊടുത്തു എന്നാണ് ആ ഉപദേശി പ്രാർത്ഥിച്ചത്. ഏതായാലും പറക്കിപ്പിച്ചില്ലേ? അപ്പം ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറയുന്നത് മിച്ചം വരണം. അടുത്ത വീടുകളിലൊക്കെ എന്തോ ചെയ്യണം? കൊടുക്കണം. കേട്ടോ? കൊടുക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് 1 മാസം കഴിപ്പിക്കരുത്. ഒരിക്കലെ ഒരു വിഴുന്നവടെ ഇങ്ങനെ ഒരു കടയിൽ കയറിയപ്പോൾ ഓടിച്ചപ്പോഴേ എന്നത്തെയാന്ന് ചോദിച്ചപ്പോൾ മോനെ ഇന്നത്തെ ആണോ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല മിനിഞ്ഞാന്നത്തെയാന്ന് പറഞ്ഞ പോലെ. ഫ്രീസറില്ലായിരുന്നു എന്തോ ചെയ്തേനെ, അല്ലേ? അപ്പോൾ അതെല്ലാം അയൽ വീടുകളിലൊക്കെ എന്തോ ചെയ്യണം? ഒരു പ്രാർത്ഥന നടന്നാലും അടുത്തുള്ളവർക്ക് കൊടുക്കണം. അതാണ്. ഏതായാലും മിച്ചം വരണം, അതല്ലേ? അപ്പം കല്യാണം കഴിഞ്ഞാൽ തികഞ്ഞില്ലല്ലോ, നാണക്കേടല്ലേ? നാണക്കേടാണ്. അപ്പോൾ ഇവർക്ക് തികയാതെ വന്നു. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം നടന്നു, വലിയ കല്യാണം, 10,000-2000 വലിയ കല്യാണം. പക്ഷേ അന്ന് അപ്രതീക്ഷിതമായിട്ടൊരു ബന്ധു തലേദിവസം നാളെ ബന്ധാന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഓർത്ത് ആരും വരത്തിൽ വെച്ചിട്ടുണ്ട്, ഇത് കുറച്ചു. എന്തോ ചെയ്യാനേ, എല്ലാവരും കല്യാണത്തിന് വന്നു. വാഹനങ്ങളെല്ലാം വിവാഹമെന്ന് എഴുതി തണിങ്ങി വന്നു. ഇവരാകെ അങ്ങ് വല്ലാതായി, ആർക്കും കിട്ടിയില്ല. ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാനവിടെ നിൽക്കുമ്പോൾ ആ വീട്ടിലൊരു മോനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ഇന്നടത്തെയാന്ന്. എടുത്തവായി എൻ്റെ അമ്മ, അയ്യോ ഈ ഇവരെയും കൊണ്ടൊക്കെ സഹിച്ചു തോറ്റുപോയെന്നേ. ഈ അമ്മമാരെയും കൊണ്ട് എന്തോ ചെയ്യാനാ? എടുത്ത് വായി ചോദിക്കുക, ഇവിടെ കല്യാണത്തിന് പോയപ്പോഴല്ലേ കിട്ടാൻ വന്നത്. അയ്യോ ഞാൻ പറഞ്ഞു വാ അമ്മ ചേട്ടാ പറ്റിപ്പോയി, സോറിയടാ, മോശമായെന്ന് എനിക്കും അറിയാം. പക്ഷേ അന്ന് തികയാതെ വന്നത് ഇപ്പോഴും എന്തോ ഉണ്ട്, ഓർമ്മയിലുണ്ട്. തികയാതെ വന്ന നാണക്കേടല്ലേ? നാണക്കേട്. ഇതാരാ അറിഞ്ഞത്? അല്ല, ആരാ അറിഞ്ഞേ? അമ്മ അറിഞ്ഞു. അമ്മ അറിഞ്ഞു. അമ്മമാരെല്ലാം കൈപൊക്കി. അമ്മ എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് കേട്ടോ. അമ്മ ആരാണ്? അമ്മ. അറിയുന്ന ആരാ? അമ്മയാണ്. അപ്പൻ സ്ഥാനം അറിയാറില്ല. പിള്ളേർ താമസിച്ചു വന്നില്ല, പറയുന്ന ആരാ? അമ്മയാണ്. അപ്പം പറയാം അവിടെ കാണുകൂടി നീ കിടക്കേണ്ടത്. ടെൻഷൻ അടിക്കുന്ന ആരാ? അമ്മയാണ്. എല്ലാത്തിനും പരീക്ഷയുടെ ദിവസം ടെൻഷൻ അടിക്കുന്ന ആരാ? അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചോണേ പറയുന്ന ആരോടാ? അമ്മയോടാ. എല്ലാം ടെൻഷൻ അടിക്കുന്ന ആരാ? അത് കുറ്റമല്ല മക്കളെ. സിമിയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അമ്മയോട് പറയുന്നുണ്ട്, നിൻ്റെ ചങ്കിനകത്തോട് എന്തോ കിടക്കും? വാള് കിടക്കും. അമ്മ. പക്ഷേ ഈ അമ്മയ്ക്കൊരു വലിയ കഴിവുണ്ട്. ഒന്നുകൂടെ പൊക്കിക്കുക അമ്മമാരെല്ലാം കൈ. അമ്മമാർക്കൊരു കഴിവുണ്ട്. ഏത് വീടിൻ്റെയും ചുറ്റിക്കളി പിള്ളേരുടെ എല്ലാം പൊക്കുന്ന ആരാ? അച്ചായമ്മയുടെ ചുറ്റിക്കളി വരെ ആര് പൊക്കും? മനുഷ്യ, നിങ്ങൾ പൈസ എന്തിയേ നിങ്ങളിത് ആർക്കാ കൊടുക്കുന്നേ? ഇതെവിടാ? നിങ്ങൾ പറ ആണോ? പൊക്കുന്ന ആരാ? ഈ അച്ചാൻ എവിടെയെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടെങ്കിൽ അമ്മ പൊക്കുമെന്ന് പിടിക്കും, കുത്തിനെ പിടിക്കും. ബലം കുത്തിക്ക് മര്യാദയാണെങ്കിൽ
മര്യാദ. അപ്പോൾ എല്ലാം ഞാൻ ഈ ഒത്തിരി യൂത്ത് ക്യാമ്പ് എൻ്റെ മക്കളെ ഈ ലവ് സെക്സ് മാരേജ് എടുക്കാൻ പോകാറുണ്ട്. ലവ് സെക്സ് ഇതിനെപ്പറ്റി കേൾക്കും. അപ്പോൾ ഈ പിള്ളേരെന്നോട് ചോദിച്ചാൽ അങ്കിളുടെ പ്രേമമൊക്കെ എങ്ങനെയായിരുന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ എനിക്ക് പ്രേമം തോന്നിയതിനോട് എന്നോട് തോന്നിയില്ല, എന്നോട് തോന്നിയതിനോട് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ രണ്ടും കൂടെ അടുത്തപ്പോൾ ഈ അമ്മ വെളിപ്പാട് കണ്ടു, പൊട്ടി. അപ്പോൾ എൻ്റെ ഭാര്യ അതിനും പറയും, പിള്ളേർ വലിയ കാര്യങ്ങളൊക്കെ ടൂറ് പോകാനൊക്കെ പ്ലാൻ ചെയ്യും, ഞങ്ങൾ പോവാണ്, ഞാൻ വേണോ, അവളോട് പറയും മിണ്ടണ്ട, പ്രാർത്ഥിക്കാം. അവർ പ്ലാൻ ചെയ്തോട്ടെ, ഞാൻ ഏറ്റു പൊട്ടിക്കുന്ന കാര്യം. രാവിലെ എഴുന്നേറ്റ് പോകുന്നില്ലേ, ഇല്ല എന്നാണ് പനിക്കുന്നു. ദേ പ്ലാൻ, ഞങ്ങൾ പൊട്ടിക്കും. അതാണ് അമ്മ. അമ്മ സമം അറിയുന്നവൾ സമം ആര്? അമ്മ. എല്ലാ അമ്മയും അറിയണം കേട്ടോ. എല്ലാ അമ്മയും എന്താകണം? അറിയുന്നവളാകണം. അമ്മ സമം അറിയുന്ന. ഈ അമ്മ ഇത് ആരോട് പറഞ്ഞു? യേശുവോട് പറഞ്ഞു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ ഇത് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. യേശു എന്തോ ചെയ്തു? കോരി നിറപ്പിയും കൊണ്ട കൊടുപ്പിയും എന്ന് പറഞ്ഞു. ഇരു ചെവി അറിയാതെ അത് എന്ത് ചെയ്തു? പരിഹരിച്ചു. ഇവരൊത്തിരി ദിവസം കൊണ്ടാണ് ഈ 2-ാം അധ്യായത്തിൽ ഒരു പുതിയ വീഞ്ഞ. അന്ന് ഈ മിശിഹ വരുമ്പോൾ വീഞ്ഞിൻ്റെ സർപ്ലസ് ആയിരിക്കും എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അവർക്കറിയാം പുതു വീഞ്ഞ് യേശു വന്ന മിശിഹ വരുമ്പം ഭയങ്കര സർപ്ലസ് ഓഫ് വൈൻ. വൈൻ എന്തിനാ കാണിക്കുന്ന? സന്തോഷം, ആനന്ദം, ആ ഒരു സെലിബ്രേഷൻ, ഇതെല്ലാം കാണിക്കുന്നതിൻ്റെ പേരാ എന്ത്? വൈന. വൈൻ ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു അടയാളമായിട്ടൊക്കെയാണ് കാണുക. അപ്പോൾ അങ്ങനെയെങ്കിലും ഇവിടെയൊക്കെ വൈൻ പോയി, സന്തോഷം പോയി. അതുതന്നെയല്ല, ഇതറിഞ്ഞ നിത്യ ഒരു ലജ്ജയ്ക്ക് കാരണവുമാകും. അവരാ കാര്യം ആരോട് വന്ന് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. ഇരു ചെവി അറിയാതെ ആര് പരിഹരിച്ചു? യേശു. സത്യത്തിൽ അവരൊത്തിരി ദിവസം കൊണ്ടല്ലേ ആ കല്യാണത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? വൈൻ ഒരു ദിവസം കൊണ്ടുണ്ടാകുമോ? ഇല്ല. എത്രയോ ദിവസം മുമ്പ് മുന്തിരി മേടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തായിരിക്കാം അത് വൈനായിട്ട് രൂപപ്പെടുക. അപ്പോൾ എന്തോരം പേരെ വിളിക്കണം, എന്തോരം പേര് വരും, അവർക്ക് എത്ര പേർക്ക് ഓർഡർ ചെയ്യണം, ഇതൊക്കെ ഒത്തിരി ആലോചിച്ചാൽ. കല്യാണമൊക്കെ നടക്കാൻ പോകുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എന്തുമാത്രം ആലോചിച്ചായിരിക്കാം ഒരു കല്യാണത്തിന് ഓർഡർ ചെയ്യുന്നത്. മിച്ചം വരണം. ഒത്തിരി തൂയി കളഞ്ഞില്ലെങ്കിലും തികയാതെ എന്ത് ചെയ്യരുത്? വരരുത്. അത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിളാണ്. അപ്പം ഇതെല്ലാം കണക്കൂട്ടിലും തെറ്റി. ഈ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെയാണ്, കണക്കെല്ലാം തെറ്റാണ്. കണക്കെല്ലാം തെറ്റും. മനുഷ്യത്തിൻ്റെ കണക്കെല്ലാം തെറ്റും. അവിടെ കൊച്ചിനെ ഉക്രൈനിൽ പഠിപ്പിക്കാൻ വിട്ടു, 2-ാമത്തെ കൊച്ചിനെ കാനഡ അവിടെ വിട്ടു, വേറൊരു കൊച്ചിനെ ഇവിടെ ചേർത്തു. എല്ലാം ഒറ്റക്കാരി. അച്ഛൻ്റെ ശമ്പളമാണ്, ഗൾഫിലാണ്, നല്ല ജോലിയാണ്. ആ ലോൺ സാലറി സ്കെയിൽ കാണിക്കുമ്പോൾ ബാങ്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ലോൺ പാസ്സാണ്. പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ദിവസം കമ്പനി ചെന്നപ്പം ഒരു കവർ കൊടുത്തു. പ്രൊമോഷനാണെന്നാണ് തോന്നുന്നത്. പൊട്ടിച്ചപ്പം ടെർമിനേഷനാണ്, ജോലി പോയി. എന്തോ ചെയ്യും? കണക്ക് തെറ്റിയില്ലേ? പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ കണക്കാണ് തെറ്റുക. വീട് പണിയുടെ കണക്ക് തെറ്റി, വീട് പൂർത്തീകരിച്ചില്ല. പെങ്കൊച്ചിനെ പഠിക്കാൻ വിട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യത്തിൽ ഒത്തിരി വീടിൻ്റെ പ്രശ്നമാണ്. നമ്മളത് പെൺകുട്ടി BSc നഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോൾ അവൾ അടുത്തതിനെയൊക്കെ പഠിപ്പിച്ചോളും, പഠിച്ച് തീർന്നു. ഇനി അവളൊന്ന് OET എഴുതി അങ്ങ് പൊക്കോളും. അപ്പോൾ അനിയത്തിയെ പഠിപ്പിക്കാം. ഇതൊക്കെ അപ്പൻ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു കല്യാണം വന്ന് വിദേശത്തു നിന്നാണ്. കല്യാണം ആലോചിച്ചപ്പോൾ ഇവളിങ്ങനെ ഉടക്കി നിൽക്കുക. ഇപ്പം വേണ്ട, അതിന് പപ്പായെ ഞാൻ കുറച്ചുകൂടെ സഹായിക്കാൻ ജോലി ചെയ്തു. പപ്പ പറഞ്ഞ് സഹായിക്കണ്ട, എന്നെ സഹായിക്കണ്ട, ഞാൻ ജീവിച്ചോളാം, നീ പൊക്കോ. പക്ഷെ കല്യാണം മുറുകിയപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട. അതെന്നാ നിങ്ങൾ പറ ഐശ്വര്യ, അതെന്നാ? വേറെ ഐശ്വര്യക്ക് അറിയാം. അതാണ് പിള്ളേർക്കെല്ലാം അറിയാം. അവക്കില്ല കേട്ടോ, അവൾ പാവം വെച്ചാ നല്ല വെച്ചാ. വേറൊരാളാരാ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഒരു വിശ്വാസവും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ മുടിയും വളർത്തി അതുവഴി ഇതുവഴി നടക്കുന്ന ചെറുക്കനാ. എന്തോ ചെയ്യും? അപ്പൻ എന്തോ എന്നറിയാമോ? വാക്കത്തി എടുത്തു വെട്ടി കീറിക്കളയും. ഞാൻ കീറുവോ? അമ്മ ഇടയ്ക്ക് കീറണ്ട. അമ്മ പറഞ്ഞു, ഞാൻ കെട്ടണോടി, കെട്ടണോ, കെട്ടണോ, കെട്ടണോടി. 3 ഇടി. പണ്ടത്തെ പെണ്ണാന്നേ പറഞ്ഞനെ കെട്ടണ്ട, അമ്മ ഇടിക്കല്ലേ. ഇപ്പോഴത്തെ പെണ്ണ് പറയും ഒന്നും മിണ്ടത്തില്ല, കല്ല് പോലെ നിൽക്കും. അപ്പോഴത്തെ തിയേറ്ററിൽ നിന്നൊരു പാട്ട് വരുന്നു, നെഞ്ചിലാകെ കല്ലാണ്. അങ്ങനെ പാട്ടില്ലേ? നെഞ്ചിലാകെ കല്ലാണ്. കല്ലായതിൻ്റെ ഇത് അലിയത്തില്ല. നമ്മുടെ അമ്മമാരെ എല്ലാം നമ്മളെ അലിയിപ്പിച്ച് ഒന്നി തന്നത്താ ഇടിച്ച. എനിക്കറിയത്തില്ല ഇവിടുത്തെ കാര്യം. നാടൻ അമ്മ കൊല്ലടീ വേണോടീ വേണ്ട. 2-ാമത്തെ ഒരു കഥ പറഞ്ഞ 9 മാസം. ഈ 9 മാസത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഒരു വൈബ്രേഷനൊക്കെ ഉണ്ട്.
9 മാസം. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ന്യൂജൻ ചെറുക്കൻ അത് പൊട്ടിച്ചു. 9 മാസം കണക്ക്. അമ്മ എന്നാ എടാ നന്ദിയുണ്ടോ? എന്നോട് നന്ദി വേണ്ട. അതിനാ 9 മാസം കഴിഞ്ഞ് അമ്മയ്ക്ക് പ്രസവനം വന്നപ്പോൾ ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നേ അമ്മ എന്തോ ഇതിന്. ഞാൻ മര്യാദയ്ക്ക് തലയും കുത്തി പോകുന്നതുകൊണ്ടല്ലേ അമ്മ രക്ഷപ്പെട്ടെ. അല്ലായിരുന്നെങ്കിൽ നെഞ്ച് പൊട്ടി BP കൂടി അമ്മ ചത്തുകുത്തില്ലേ. അതുകൊണ്ട് എപ്പോൾ എന്നെ കണ്ടാലും മോനെ നന്ദി, എന്തിന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോന്നേനെ എന്ന് പറയണം. അവനും ഭയങ്കര തട്ടുമുടുക്കനായിരുന്നേ. 3-4 കിലോ ഉണ്ടായിരുന്നു. അവൻ ഇറങ്ങി വന്നിട്ട് എന്തോ ഇതിന് അവർ ചത്തുകുത്തില്ലേ. അപ്പോൾ ന്യൂജൻ്റെ അടുക്കലൊന്നും ഇത് നടക്കത്തില്ല. നടക്കുമോ? ഇല്ല. അമ്മയുടെ ഇടി വെയിറ്റില്ല, അമ്മയുടെ കരച്ചിൽ വെയിറ്റില്ല. അവസാനം ഉപദേശിയെ കൊണ്ടുവന്നു. എന്താണ്? പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുക. കൂടോത്രം കൈവശം. ഒരു പെങ്കൊച്ചിന് വെള്ളം കൊടുത്തപ്പോൾ അവൾ എൻ്റെ ചെവി പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഒരു കുട്ടകം വെള്ളം പല ഉപദേശിച്ച് വരെ തന്നു. ഒരു കുട്ടക കണക്കിന് വെള്ളം ഇത് പോത്തില്ല. ഇത് പോത്തില്ല, ഇത് കെട്ടിയാലേ പോത്ത്. ഇത് കൂടോത്രമൊന്നുമല്ല, എനിക്കിഷ്ടമാണ്. എന്തോ ചെയ്യും, കണക്ക് തെറ്റിയില്ലേ. മോൻ പഠിക്കാൻ പോയി വന്നു, പോട്ടെ, പഠിച്ചില്ലെങ്കിലും സാരമില്ല. പക്ഷേ കഞ്ചാവാന്നറിഞ്ഞപ്പോൾ കണക്ക് തെറ്റിയില്ലേ. അവർ രണ്ടും കൂടെ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ബുള്ളറ്റേ പോകുമായിരുന്നു. എന്നോട് പറഞ്ഞാൽ മുടിയൊക്കെ അടിച്ചിട്ട് സന്ധ്യയാകുമ്പം ഭാര്യയും ഭർത്താവും കൂടി ഒരു പോക്കുണ്ട്. അഴകായിരുന്നു കാണാൻ, അഴകാ മുടി. പുള്ളിക്കൊരു കാറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഭാര്യ കുളിപ്പല്ല് കെട്ടി ഇങ്ങനെ ബുള്ളറ്റേ പോകും. കാണാൻ ചന്തം, എല്ലാവരും നോക്കും. പുള്ളിക്കൊരു സ്വകാര്യ അഹന്തി. പക്ഷേ ഒരു ബയോപ്സി, നേരെ RCC. തിരിച്ചു വന്നപ്പം മുടിയില്ല. ആദ്യം ചെയ്ത് ബുള്ളറ്റ് വിൽക്കുക. കണക്ക് തെറ്റിയില്ലേ. എല്ലാ കണക്കൂട്ടും തെറ്റും, എല്ലാവരുടെയും തെറ്റും. പക്ഷേ ഈ കണക്കെല്ലാം തെറ്റുമ്പോൾ ഒരാളിങ്ങനെ നടന്നു വരും. കണക്ക് തെറ്റുമ്പം വരും. കണക്ക് തെറ്റുമ്പം വരും. ഈ രാത്രി, ഈ പകലിൽ 20ാമത്തെ ദിവസം മാനുഷികമായി ഒത്തിരി കണക്കുകൾ എല്ലാവരുടെയും തെറ്റും. പക്ഷേ തെറ്റാത്ത, പിഴയ്ക്കാത്ത ചുവടുകളുള്ള, പിഴയ്ക്കാത്ത കണക്കുകളുള്ള യേശു വന്നാൽ പിന്നെ അവിടെ കണക്ക് തെറ്റത്തില്ല. വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവദാസൻ പറഞ്ഞപ്പം ഒരു വാക്ക് പറഞ്ഞ ആദ്യം, ഇവിടെ നിങ്ങൾ കഴിച്ച ചെറിയ പ്രാർത്ഥനയ്ക്കും വലിയ പ്രാർത്ഥനയ്ക്കും ഓരോ നെടുവീർപ്പിന് കണ്ട ഒരുവനുണ്ടെന്ന്. കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യുക. മക്കളെക്കുറിച്ചായിരിക്കാം, സ്വന്തം ആരോഗ്യവും പങ്കാളിയുടെ ആരോഗ്യമായ സാമ്പത്തികത്തിൻ്റെ ആകാം. മക്കളുടെ പ്രതീക്ഷയിൽ അവരുടെ സ്വഭാവം മാറിപ്പോയതായിരിക്കാം. വേണ്ടാത്തൊരു ബന്ധത്തിൽ അവർ പെട്ടതായിരിക്കാം. അഡിക്ഷനിൽ ചെന്ന് പെട്ടതായിരിക്കാം. അല്ല, ഈ ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ്. എനിക്കതുകൊണ്ട് 1000 നാക്കായി അമ്മയെ പറയുക. ഇതിൻ്റെ എല്ലാം ഒടുവിൽ ആലയം വിട്ട് പിരിയാതെ നിൽക്കുന്ന കുറേ അമ്മമാർ. പക്ഷെ ഒന്ന് പറയാം, നിന്നെക്കുറിച്ച് തെറ്റാത്ത കണക്കുള്ള അമ്മയുടെ ഉദരത്തിൽ നാം കിടന്നപ്പോൾ പിണ്ടാകാരമായിരുന്നു. ആ കർത്താവ് ഇന്ന് രാത്രി പകലിവിടെ വന്നിട്ടുണ്ട്. 20ാമത്തെ പകൽ. പച്ചവെള്ള തണുത്തുറഞ്ഞു പോയി. നിറമില്ല, ഗുണമില്ല, മണമില്ല. പച്ചവെള്ളം നല്ലതാണെങ്കിലും അതിന് നിറമില്ല, അതിൻ്റെ രുചിയില്ല. എന്നാൽ വീഞ്ഞിനിതെല്ലാം ഉണ്ട്. ഉറകട്ട, നിറം കെട്ട, മണം പോയ നിൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം വീണ്ടെടുക്കാൻ കഴിവുള്ള കണക്കുകളുള്ള ഒരാളുണ്ട്, യേശു. പക്ഷെ പറയണം, ഇന്നിടത്ത് എൻ്റെ കണക്ക് തെറ്റി, ഇന്നിടത്ത് എൻ്റെ കണക്ക് തെറ്റി. കുഞ്ഞു മുതൽ വലിയവർ വരെ അവിടേക്ക് യേശുവിനെ ക്ഷണിച്ചേ. പ്രാർത്ഥിക്കാവുന്നവർ, എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ ഇന്നിടത്ത് തെറ്റിയിട്ടുണ്ട്. ഇന്നിടത്ത് പ്രതീക്ഷകൾ അവസാനിച്ചു. അവിടേക്ക് വരണമേ കർത്താവേ എന്ന് വിളിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഒരു പുതിയ ഹിസ്റ്ററി തുടങ്ങാൻ. ഇന്ന് ആ കുടുംബം അറിയപ്പെടുന്നത് തികയാതെ പോയ കുടുംബമായിട്ടല്ല, പച്ചവെള്ളം മെയിനാക്കിയ കുടുംബമായിട്ടാണ്. ഇന്ന് ആ കുടുംബം അറിയപ്പെടുന്നത് കല്യാണത്തിന് പോയിട്ട് തികയാതെ വന്ന കുടുംബമായിട്ടല്ല, അവരുടെ കല്യാണത്തിനായി യേശു വെള്ളം മെയിനാക്കി. എന്ത് പ്രതീക്ഷതയോടെ ആ പെൺകുട്ടിയെ കെട്ടിച്ച വീട്ടിൽ വിട്ടത്. അപ്പോൾ അറിയുന്നത് അവൻ മനസ്സിരോഗിയാന്ന്.
എന്ത് പ്രതീക്ഷയോടെ അവർ വിവാഹ ജീവിതത്തിലേക്ക് അപ്പോൾ അറിഞ്ഞത് അവൾ കുടുംബത്തെ ഒതുങ്ങി നിൽക്കുന്നവളല്ലെന്ന്. ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് വിവാഹമോചനത്തിന് ചിട്ട് കൊടുക്കുമ്പോൾ മക്കളെവിടെയൊക്കെയോ അലയുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികൾ വേട്ടയാടുമ്പോൾ, ബിസിനസ്സുകൾ, സ്വപ്നങ്ങൾ തകരുമ്പോൾ, മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ വന്ന കർത്താവ് ഇന്ന് പകലിവിടെ വന്നിട്ടുണ്ട് ചിലരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ. ഈ 20-ാം പകൽ എൻ്റെ യേശു വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യാൻ. കുഞ്ഞെ, കണക്ക് തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യുന്ന യേശു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ തെറ്റിയ കണക്കുകൾ, തെറ്റിയ കണക്കുകൂട്ടലുകൾ അത് യേശുവിനോട് പറഞ്ഞ് 1 മിനിറ്റ് എടുത്ത് എല്ലാവരും അത് യേശുവിനോട് പറഞ്ഞ് തെറ്റിയ കണക്കുകൂട്ടലുകളെല്ലാം കർത്താവിനോട് പറഞ്ഞ്, ഇന്നടത്ത് തെറ്റിപ്പോയി എൻ്റെ കണക്ക്, ഇന്ന വിഷയത്തിൽ ഞാൻ കർത്താവ് എൻ്റെ ചിന്തകൾ തെറ്റി, ഞാൻ മിടുക്കനായിരുന്നു പക്ഷേ അതെൻ്റെ തെറ്റിപ്പോയി, എന്നെ സഹായിക്കണമേ. അമ്മ അവരോട് പറയുക, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇവിടെ നിന്നുകൊണ്ട് അവരുടെ കണക്കുകൾ തെറ്റിയ സങ്കടങ്ങൾ കർത്താവിനോട് പറയുന്ന ഓരോരുത്തരെയും എളിവനായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെന്തു ആകട്ടെ, തലമുറകൾ, കുടുംബം, ബിസിനസ്, ശുശ്രൂഷ, സാമ്പത്തികം, ആരോഗ്യം, ജീവിത പങ്കാളി, എന്തോ ആട്ടെ, ഈ രാത്രി പകൽ യേശുവിനോട് പറഞ്ഞേ, അങ്ങനെയുള്ളവരെല്ലാം പറഞ്ഞേ, പച്ചവെള്ളം വീഞ്ഞാക്കിയതുപോലൊരു അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. പച്ചവെള്ളം വീഞ്ഞാക്കിയതുപോലൊരു അത്ഭുതം, വചനത്തിൻ്റെ ഒരു അത്ഭുതം ഇന്ന് പകൽ ഇവിടെ നടക്കട്ടെ. കഴിഞ്ഞ 29 ദിവസങ്ങൾ ഇവിടെ വാരി വിതറിയ ദൈവ വചനത്തിൻ്റെ ശക്തി ഈ 20-ാം പകൽ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കാരണം കർത്താവ് പറഞ്ഞു, നിൻ്റെ വചനത്തെ വെറുതെ തിരിച്ചു വരത്തില്ല, നിൻ്റെ അപ്പത്തെ നീ വെള്ളത്തമ്മ എറിയുക. എത്രയോ ദൈവദാസന്മാർ ഇവിടെ പറഞ്ഞ് എറിഞ്ഞ ദൈവ വചനങ്ങൾ ഇതിനകത്തുണ്ടല്ലോ, അതെല്ലാം ജീവനായി പരിണമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണക്കുകൾ തെറ്റിയ ചില ജീവിത മേഖലകളിലേക്ക് ഒരത്ഭുതത്തിൻ്റെ കരവുമായി കർത്താവ് ഇന്ന് എഴുന്നള്ളി വരുന്നതിനായി സ്തോത്ര. ക്ഷണിച്ച് വ്യക്തിപരമായി അത് കർത്താവിനോട് പറ, ഇന്നിടത്താണ് എൻ്റെ പ്രശ്നം, ഇന്നിടത്താണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്, ഇന്ന വിഷയമാണ് കർത്താവ് എൻ്റെ പ്രതിസന്ധി, ഇന്നിടത്ത് അത് നടന്നില്ലെങ്കിൽ ഞാൻ അപമാനിക്കപ്പെടാ, കർത്താവ് എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ വന്നത് ഒരു ചരിത്ര സംഭവമാണ്. അത് അടയാളങ്ങളുടെ ആരംഭമാണെങ്കിൽ അതിന്നും 2000 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അടയാളമാണ്. ഇന്ന് പകൽ ഇവിടെയും ആ അടയാളം ചെയ്യാൻ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. അന്ന് ആരംഭിച്ചെന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അടയാളങ്ങളുടെ ആരംഭമായി അവസാനിച്ചതായി കാണുന്നില്ല. ഇല്ല, അത്ഭുതങ്ങൾ അവസാനിച്ചിട്ടില്ല, അടയാളങ്ങൾ അവസാനിച്ചിട്ടില്ല, വീര്യപ്രവർത്തികൾ അവസാനിച്ചിട്ടില്ല, ദൈവപ്രവർത്തികൾ അവസാനിച്ചിട്ടില്ല. യേശു ഇന്നും വ്യക്തികളെ തൊടും, യേശു ഇന്നും കുടുംബങ്ങളെ തൊടും, യേശു ഇന്നും അത്ഭുതങ്ങളെ ചെയ്യോ, യേശു ഇന്നും പച്ചവെള്ളം പോലെ മരവിച്ച അവസ്ഥകൾക്ക് ജീവൻ വരുത്തോ. അതിന് നിന്റെ കരിഞ്ഞ സ്വപ്നങ്ങൾക്ക് ചിറകം മുളയ്ക്കോ, കരിഞ്ഞ സ്വപ്നങ്ങൾക്ക് മജ്ഞയും മാംസവും പിടിക്കോ, അതിന് ചിറകം മുളയ്ക്കോ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കോ, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരോ, അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, അവർ തളർന്നു പോകാതെ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വപ്നങ്ങൾ കരിഞ്ഞുപോയ, പ്രതീക്ഷകൾ അറ്റുപോയ, കണക്കുകൾ തെറ്റിപ്പോയ ചില ജീവിത മേഖലകളിൽ യേശു വരുന്നു. ഇന്ന് പകൽ യേശു വന്നിട്ടുണ്ട് നിന്നെ തൊടാൻ. യേശു വന്നിട്ടുണ്ട് നിന്നെ തൊടാൻ. കുഞ്ഞെ, യേശു വന്നിട്ടുണ്ട്. ഇന്ന സബ്ജക്റ്റ് എനിക്ക് പേടിയാ, വല്ലാതെ ഭയം. യേശുവിൻ്റെ നാമത്തിലെ ഭയത്തിൻ്റെ മേഖലകളിലേക്ക് ഇന്ന് രാത്രി കർത്താവിൻ്റെ സ്പർശനമുണ്ടാകട്ടെ. ഹല്ലേലൂയ. വിഷാദത്തിൻ്റെ മാനസിക പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സുഖമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സുഖമാകട്ടെ. വിഘടിച്ചു പോയ ചില തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കർത്താവേ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഒരു അത്ഭുതം ഇന്ന് പകൽ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ നടന്ന അത്ഭുതം ഈ ജനത്തിന് വേണ്ടി 20-ാം പകൽ ചെയ്യാൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. വ്യക്തിപരമായ നിമിഷങ്ങളാണ്. ഇത് നമ്മുടെ മാത്രം നിമിഷങ്ങൾ. ആരെയും നോക്കണ്ട, ആരെയും ശ്രദ്ധിക്കണ്ട, ആരെന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കണ്ട. എൻ്റെ യേശുവേ, ഇന്നടത്ത് എൻ്റെ കണക്ക് തെറ്റി കർത്താവേ, ഇന്നടത്ത് ഞാൻ ഒറ്റപ്പെട്ട് കർത്താവേ, ഇന്നടത്ത് ഞാൻ സങ്കടപ്പെടുന്ന കർത്താവേ, ഇന്ന വിഷയത്തിൽ വന്നാട്ട്
വന്നാട്ടെ. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞും ദമ്പതികൾ, മക്കളില്ലാത്തവർ, യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ. സകലത്തെ ഉളവാക്കുന്ന ദൈവശക്തിയോടെ വ്യാപരിക്കട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. നിർജീവമായതിൻ്റെ മേൽ ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. അർഖന റിഗന ഹന്തന റഗല റിഗന ഹതന റഗന ഷഗന ഹത്തന റിഗനെ. യേശുവിൻ്റെ നാമത്തിൽ യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. ഈ പകലിൽ കർത്താവിൻ്റെ കരം തൊടുകയാണ്. ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ യേശുവിൻ കർത്താവിൻ നാമത്തിൽ അവരെവിടെയാണോ അവിടെ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ആരെല്ലാം എവിടെയെല്ലാം ഇരുന്നു കൊണ്ട് ദൈവത്തെ ഇന്ന് പകലിൽ എൻ്റെ കണക്ക് തെറ്റി കർത്താവേ, എൻ്റെ കണക്ക് തെറ്റി, എൻ്റെ കണക്ക് തെറ്റി, എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റി, എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റി, എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റി, എൻ്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വന്നു. പക്ഷെ വചനം പറയുന്നു പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളവർ, ബുദ്ധിമുട്ടില്ലാത്തവർ, ആരെയും നോക്കണ്ടാത്തവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു കർത്താവത്ത് വിളിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നിടത്ത് കണക്ക് തെറ്റി, വ്യക്തിപരമായ നിമിഷങ്ങൾ, ആരെയും നോക്കരുത്. പ്രാർത്ഥനയെക്കുറിച്ച് എളിവൻ കണ്ട ഏറ്റവും നല്ലൊരു വാക്കുണ്ട് ഹന്നായുടേത്. ഹന്ന തൻ്റെ ഹൃദയം പകർന്നു. She was just poured out her heart. ഹൃദയം പകർന്നു. ഹൃദയം പകർന്നേ. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം ചെവിച്ച് അയച്ചു കേൾക്കും. ദൈവം ചില അത്ഭുതങ്ങൾ. കണക്ക് തെറ്റി, കണക്കൂട്ടലുകൾ തെറ്റി, പ്രതീക്ഷകൾ തെറ്റി. അതിനടുത്ത ആരോഗ്യ മേഖലയാണെങ്കിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പം സൗഖ്യമാകട്ടെ. അത് ഇവിടെ മാത്രമല്ല, അങ്ങ് ദൂരെ സൗഖ്യമാകട്ടെ. അപ്പാ, കണക്കുകൾ തെറ്റിയെടുത്ത അടയാളങ്ങളുടെ ആരംഭമായി 20-ാം പകൽ അങ്ങയുടെ കരം തൊടട്ടെ. മക്കൾക്ക് വേണ്ടി അപ്പം വന്നിട്ടുണ്ട്, മക്കളുടെ വേദന കാണാൻ അപ്പം വന്നിട്ടുണ്ട്. മക്കൾ കരയുന്നത് ഇഷ്ടമില്ലാത്തപ്പൻ, മക്കളുടെ കണ്ണീരെല്ലാം തുരുത്തിയിലാക്കുന്നപ്പൻ, കണ്ണീരിനെ മറികടക്കാത്തപ്പൻ. അപ്പാ, തൊടണേ. തൊടണേ. അന്ധനാഥകൻ ഞങ്ങളുടെ ജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്യണമേ. കഴിഞ്ഞ 19 രാത്രങ്ങളാവോളം വന്നിരുന്ന് പ്രാർത്ഥിച്ചു ഈ ജനത്തിന് വേണ്ടി. യേശുവേ, അവിടുത്തെ കരം വെക്കണേ. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനെ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവേ, ഈ എളിയർ നിലവിളിച്ച യഹോവ കേട്ടവിടെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച ദൈവമേ. ഹബക്കൂക്ക് പ്രവാചക പുസ്തകത്തിൽ കാണുന്നു, ആണ്ടുകൾ കഴിയും മുമ്പ് പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന കർത്താവേ. ആണ്ട് കഴിയാറായി,
ഈ ജനത്തിന് വേണ്ടി ഒരു അത്ഭുതം നടക്കണമേ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് വേണ്ടി ഒരു അത്ഭുതങ്ങളെ ചെയ്യണമേ. കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ക്രമീകരണങ്ങളെ ചെയ്യണമേ. ആണ്ടുകൾ കഴിയും മുമ്പ് പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. നീയോ അതിനായി കാത്തിരിക്കുക. ആണ്ടുകൾ കഴിയും മുമ്പ് ഈ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇരുകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. ആണ്ടുകൾ കഴിയും മുമ്പ്, ആണ്ടുകൾ കഴിയും മുമ്പ് കർത്താവേ. റിഖാനേ ഹത്തനേ ഷിഖാന റഖാന ഹത്തന റഗല ഹത്തന. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരങ്ങൾ തുറന്ന് ചലിപ്പിച്ച് ആത്മസ്നാനം പ്രാപിച്ചവർ അന്യഭാഷ അടയാളത്തിൽ സ്തുതിക്കാവുന്നവർ അന്യഭാഷ അടയാളത്തിൽ അന്യഭാഷകളിൽ സ്തുതിച്ച. കാരണം 1 Corinthians 14 പറയുന്ന അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട്. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു, അവർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, അവർ ആത്മാവിൽ പാടുന്നു. ആണ്ടുകൾ കഴിയും മുമ്പ് ഈ ജനത്തിന് വേണ്ടി ദൈവ പ്രവൃത്തി നടക്കട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പ് ഇനി ദിവസങ്ങൾ മാത്രമുള്ള ഈ മാസത്തിന്റെ അവസാനങ്ങളിൽ ഞങ്ങൾ നിന്നുകൊണ്ട് പിതാവേ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ അവിടെ ജീവിതം നടക്കട്ടെ. അവിടെ കണക്കുകൾ തെറ്റിയിടത്തേക്ക് ദൈവമഹത്വം വെളിപ്പെട്ടു വരട്ടെ. കർത്താവേ, കാനാവിലെ ഈ അടയാളങ്ങളുടെ ആരംഭം ഇന്നും നിലയ്ക്കാത്ത, ഇന്നും നിൽക്കാത്ത, കർത്താവിന്റെ വരവ് വരെ തുടരുന്ന ആ അത്ഭുതത്തിന്റെ കണ്ണികളായി യേശുവിന്റെ നാമത്തിൽ ഇവർ ക്രൈസ്തന്റെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. റിഗന ഹത്തന റിഗന ശകന. അധികാരത്തോട് പ്രാർത്ഥിച്ച് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. നന്ദി, നന്ദി, നന്ദി യേശുവേ, നന്ദി പിതാവേ, നന്ദി പുത്രനാ കർത്താവേ, നന്ദി പരിശുദ്ധ റൂഹേ, നന്ദി. ഹല്ലേലൂയ പിതാവേ. ആരാധന, 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 ആരാധന. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഹൃദയങ്ങൾ പകർന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവിലേക്ക് നിയോഗം തരുന്നു. വിവാഹ പ്രായമെത്തിയ മക്കൾ അതിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. തക്ക തുണകൾ ആണ്ടുകൾ കഴിയും മുമ്പ് പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കരം വെളിപ്പെടട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പ് ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പ് അത്ഭുതങ്ങൾ നടക്കട്ടെ. ആണ്ടുകൾ കർത്താവേ, ഹല്ലേലൂയ. റിഗാന ഹതന റിഗന. സത്യങ്ങൾ കരിഞ്ഞു പോയതിനുണ്ട് ജീവിതത്തിന് പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ അസ്ഥികൾ ജീവിക്കുമോ, ഈ അസ്ഥികൾ ജീവിക്കുമോ, ഈ അസ്ഥികൾ ജീവിക്കുമോ? നീ അതിന്മേൽ ഊതുക. ഹല്ലേലൂയ. പ്രവചിക്ക. എന്ത് സംഭവിച്ചു? അസ്ഥികൾ ജീവിച്ചു, ത്വക്കും മാംസവും വന്നു, അതൊരു മഹാസൈന്യമായി മാറി. ഈ അസ്ഥി ജീവിക്കുമോ? അതെ, അസ്ഥി കൂമ്പാരങ്ങളിലെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കരിഞ്ഞു പോയ ചില സ്വപ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ, ജീവൻ വെക്കട്ടെ, ജീവൻ വെക്കട്ടെ. ജോസഫ് കാരാഗ്രഹത്തിലായി. 17ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നങ്ങൾ അവന്റെ കരിയാൻ സമയമായി. എന്നാൽ 30ാമത്തെ വയസ്സിൽ നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം എന്താ കുണ്ടറയ്ക്ക് പുറത്ത് കൊണ്ടുവരികയാണ്, കുണ്ടറയ്ക്ക് പുറത്ത് കൊണ്ടുവരികയാണ്. കരിഞ്ഞ സ്വപ്നങ്ങൾ എത്ര വർഷം കഴിഞ്ഞാല് ഹല്ലേലൂയ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് ഊവേ ഊവേ, ഇല്ല ഇല്ല. ഹല്ലേലൂയ. കുണ്ടറയ്ക്കകത്ത് പോയാലും പുറത്ത് കൊണ്ടുവന്ന് നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി, സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കുന്ന ദൈവ പദ്ധതി ഹല്ലേലൂയ ഈ ജനത്തിന് വേണ്ടി നടക്കട്ടെ. അടയാളങ്ങളുടെ ആരംഭം. നിത്യ അപമാനത്തിന് വിട്ടുകൊടുക്കുവാൻ തികയാതെ പോയി എന്ന വീടിന്റെ പേര് കേൾക്കാൻ ദൈവം ഇടയാക്കാതെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തികയാതെ പോയി എന്ന് പറയുന്ന വീടിന്റെ പേര് വരാതെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതം നടന്ന വീടെന്നുള്ള പേരായി മാറട്ടെ. തികയാതെ പോയെന്നുള്ള വീടിന്റെ പേരായി ആ പേരറിയപ്പെടാതെ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ വീടിന്റെ പേരായി ആ വീടിന്റെ പേര് മാറട്ടെ. ആരോഗ്യ മേഖലയിൽ തെറ്റിയ കണക്കുകൾ സൗഖ്യമായി മാറട്ടെ. സാമ്പത്തിക മേഖലയിൽ തെറ്റിയ കണക്കുകൾ അതിന് പുതിയ അടിത്തറകൾ ഉണ്ടാകട്ടെ. തലമുറകളെ കുറിച്ചുള്ള വിഷയങ്ങളിൽ സ്വപ്നങ്ങൾ കരിഞ്ഞു പോയെടുത്ത് പുതിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ പുതിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. സ്വപ്നങ്ങൾ ചിറക് മുളയ്ക്കട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പ്
ദൈവാത്മാവിനോട് വീണ്ടും പറയുന്നു, ആണ്ടുകൾ കഴിയും മുമ്പ്, ആണ്ടുകൾ കഴിയും മുമ്പ്, ആണ്ടുകൾ കഴിയും മുമ്പ്, ആണ്ടുകൾ കഴിയും മുമ്പ് ചിലതിന് ജീവൻ വെക്കട്ടെ, ജീവൻ വെക്കട്ടെ, ജീവൻ വെക്കട്ടെ, ജീവൻ വെക്കട്ടെ, ജീവൻ വെക്കട്ടെ. കരങ്ങളടിച്ച് ശക്തിയോട് സ്തുതിച്ചേ, അതിരങ്ങൾ തുറന്ന് സ്തുതിച്ചേ, അതിരങ്ങൾ തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. റിഖന ഹതന ശഖന ഹതന റിഗന രഗന ഹതന റിഗനെ. യേശുവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമത്തിൽ. രണ്ടാം അധ്യായത്തിൽ അടയാളങ്ങൾ ആരംഭമായി കർത്താവ് അത് ചെയ്തെങ്കിൽ, നാലാം അധ്യായത്തിൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. രാജഭൃത്യൻ വരികയാണ്, അവന്റെ മകന് അസുഖമാണ്. കർത്താവിനോട് പറയുന്നു, വീട്ടിൽ വരണോ? യേശു പറഞ്ഞു, പൊയ്ക്കോ, നിന്റെ മകൻ സുഖമായിരിക്കുന്നു. അവൻ പോയപ്പോൾ ഭൃത്യർ വരുന്നു, കുഞ്ഞ് സുഖമായിരിക്കുന്നു. എപ്പോൾ? ഇന്നലെ 7 മണിക്ക്. ഇന്നലെ 7 മണിക്ക്. ഒരു കാര്യം പറ, യേശു ഒരു വാക്ക് ഇവിടുന്ന് കൊണ്ട് പറഞ്ഞാൽ അകലെ അത്ഭുതം നടക്കും. യേശു ഒരു വാക്ക് പറഞ്ഞാൽ അകലെ അത്ഭുതം നടക്കുമെങ്കിൽ, 4-ാം അധ്യായത്തിൽ കാണുന്നു രണ്ടാമത്തെ അടയാളം. 1 കാനാവിലെ വീട്ടിലെങ്കിൽ 2 അകലെ. അകലെ രാജഭൃത്യന്റെ മകൻ ദൂരെ, അവിടെ അത്ഭുതം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രിയരായിരിക്കുന്നിടത്ത്, അത് എത്ര കിലോമീറ്റർ ദൂരെയാണെങ്കിലും അവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അകലെ ദൈവം ഒരു അത്ഭുതം ചെയ്യോ, അകലെ ദൈവം അത്ഭുതം ചെയ്യോ. ഹല്ലേലൂയ. 4:46 മുതലുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അവിടെ മകൻ രോഗിയായിരുന്നു. രാജഭൃത്യൻ കഫർന്നഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു. മകൻ മരിപ്പറായിരിക്കുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഈ എളിയദാസന് വെളിപ്പെട്ട ഒരു ദിവസമുണ്ട്. ഒരു ദിവസം എൻ്റെ സഹോദരി സുഖമില്ലായിരുന്ന ഒരു കാലഘട്ടം, ഒത്തിരി പ്രതിസന്ധികൾ പോയൊരു കാലഘട്ടം. അന്ന് എനിക്കൊരു വിദേശത്തൊരു യാത്ര പോകണം, തിങ്കളാഴ്ച പോകണം, ഒരു തിങ്കളാഴ്ച പോകണം. ശനിയാഴ്ചയായി. എൻ്റെ പെങ്ങൾ വെന്റിലേറ്റർ ICUവിലാണ്. ഞാൻ അവളെ കാണാൻ കയറിയപ്പോൾ അവളോട് പറഞ്ഞു, നീ നാളെ പോവാണോ? പോണോ? പോവുകയാണെങ്കിൽ ഞാൻ മരിച്ചാൽ നീ വരുമോ? പെട്ടെന്ന് വരാൻ ഒക്കുമോ? ഇല്ലെങ്കിൽ ബോഡി മോർച്ചറി എത്ര ദിവസം വെക്കാൻ ഒക്കും? അപ്പോൾ ഒന്നീ കണ്ടിട്ട് പൊക്കോ, ഒരു ഉമ്മ വന്നിട്ട് പൊക്കോ, വരാൻ ഒക്കുമെങ്കിൽ വന്നാൽ മതി. അപ്പോൾ പോണോ വേണ്ടേ? പോവുകയാണെങ്കിൽ നാളെ ചർച്ചയിൽ പറയണം. ഞാനെന്തോ ചെയ്യും? ശനിയാഴ്ച രാത്രി ഉറക്കം വരുന്നില്ല. 2 മണി 3 മണി ആയപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈ കഫർന്നഹൂമിൽ നിന്ന് കാനായി വന്നു. ഞാൻ ചുമ്മാ ഗൂഗിളെടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. കഫർന്നഹൂം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കഫർന്നഹൂം കാന, കൃത്യം എൻ്റെ പെങ്ങൾ കിടന്ന ആശുപത്രി വരെയുള്ള ദൂരമായിരുന്നു. ഞാൻ പോയി വരുന്നിടം വരെ നമ്മൾ ഇവിടുന്നുകൊണ്ട് പ്രാർത്ഥിച്ച ദൂരെ അത്ഭുതം നടക്കും. ദൂരെ 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 അത്ഭുതം നടക്കും. ഞാനൊരു യൂത്ത് മീറ്റിങ്ങിന് ശുശ്രൂഷിക്കാൻ പോയി. സഭയാ. ആ സഭയിൽ 8:30 യോഗം കഴിയണമെന്ന് പറഞ്ഞു. പക്ഷേ 8:30 യോഗം കഴിഞ്ഞില്ല. 12 മണി വരെ ആൾക്കാർ പ്രാർത്ഥിക്കുക, കുടുംബങ്ങളായി വന്ന് പ്രാർത്ഥിക്കുന്നു. യോഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഏറ്റവും പുറകിൽ നല്ലൊരു അമ്മ നിൽക്കുന്നു. കണ്ടാൽ അറിയാം, നല്ലൊരു ആഠ്യത്വമുള്ളൊരമ്മയാണ്, കുലീനത്വമുള്ളൊരമ്മയാണ്. അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. അമ്മയോട് പറഞ്ഞു, മോള് പുറത്ത് പഠിക്കുക, അവധിക്ക് വരുമ്പോഴെല്ലാം അന്യമതസ്ഥനായ ഒരാളുടെ കൂടെ അപരികം പോവുകയൊക്കെ ചെയ്യുന്നത്. അതിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മ അവളോട് പറഞ്ഞു, മോളെ അത് ശരിയാകില്ല ഈ ഫ്രണ്ട്ഷിപ്പ്. അന്ന് അവൾ പറഞ്ഞു, മമ്മ ഇറ്റ്സ് വെരി മെച്യൂർഡ്, ഹീ ഈസ് മൈ ചങ്ക് ബ്രോ. അമ്മ പറഞ്ഞു, എന്തോ ചങ്കായാലും കൊള്ളാം, ഇത് ശരിയാകത്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവിടെ നിന്ന് ഉരുകുക. അമ്മ നോക്കുമ്പോൾ അമ്മയുടെ ഫോണിൽ ഒത്തിരി കോള് വരും. അമ്മ പുറത്ത് നോക്കിയപ്പോൾ മോടെ കോളാ. എന്നാ മോളെ 10-11:30 അമ്മ ഇപ്പോൾ ഇവിടെ ചർച്ചിലാണ്. 11:30 മണിക്ക് ചർച്ചിൽ എന്തെടുക്കുക? മോളെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, എല്ലാവരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അവിടെ തിരിച്ചു ചോദിച്ചു, സമാധാനം ആയോ നിങ്ങൾക്ക് സമാധാനം ആയോ എന്ന്? അണ്ണേ വെച്ചാൽ എന്നെ പറ്റി അവനിപ്പം വിളിച്ച് പറഞ്ഞ് ഈ ബന്ധം ഇവിടെ കൊണ്ട് നിർത്തിയേക്കുക. അടുത്ത വാക്ക് ആ അമ്മ എന്നോട് പറഞ്ഞത്, അമ്മയ്ക്ക് അപ്പം കേൾക്കാം കുഞ്ഞ് വാഷ്റൂമിൽ പോയിട്ട് എടുത്തിട്ട് ഛർദ്ദിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെന്നെ കളിയാക്കും, പക്ഷെ ഒരു ബന്ധനം അവിടെ പൊട്ടിപ്പോവുക. ബന്ധക്കോസുകാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും.
ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂരെ അത്ഭുതം നടന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അകലെ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. 4-ാം അധ്യായത്തിൽ 2ാമത്തെ അടയാളം ഇന്ന് ഇവിടുത്തെ അനുഭവമായി മാറട്ടെ, അനുഭവമായി മാറട്ടെ, അനുഭവമായി മാറട്ടെ. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ്, എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടെപ്പുറപ്പ് ആരുമാകട്ടെ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അവരിന്നിടത്താണ്. ഒരു പക്ഷേ വീട്ടിലാണ്, അല്ലെ പഠിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാണ്. നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ച് അത് എവിടെ ആയിരിക്കും ആ സ്ഥലം? കടലിനക്കരയാണോ, അങ്ങ് വടക്കാണോ, എവിടെ ആണെങ്കിലും മനസ്സുകൊണ്ടൊന്ന് ദിക്ക് നോക്കിയിട്ട് അങ്ങോട്ട് കൈനീട്ടി പ്രാർത്ഥിച്ച് അതെവിടെ ആണെങ്കിലും അവിടെ ആ പേരൊക്കെ പറഞ്ഞ് ആരെയും നോക്കരുതേ. കർത്താവിൻ്റെ സമയം കർത്താവിൻ്റെ സമയമാണ്. അത് നമ്മൾ മനുഷ്യനെ നോക്കേണ്ട സമയമല്ല. അവിടെ നമ്മൾ ലജ്ജിച്ചാൽ പിന്നെ ആരുടെ എടുക്കില്ല ലജ്ജിക്കാനായിരിക്കും. ഇന്നടത്തൊരത്ഭുതം, അവിടെ കുഞ്ഞുണ്ട്, ഇന്ന ആശയത്തുള്ള ഇന്ന രാജ്യത്ത് അകലെ ഒരു അത്ഭുതം നടക്കും കുഞ്ഞെ, അകലെ ഒരു അത്ഭുതം നടക്കും. കവർണഭൂമിയിൽ ആ മനുഷ്യൻ നടന്നു പോയപ്പം പറഞ്ഞു, ഇന്നലെ 7 മണിക്ക് യേശു പറഞ്ഞ സമയം. കണക്കുകൂട്ടുകൾ തെറ്റിയെടുത്ത് മാത്രമല്ല എൻ്റെ അപ്പൻ അത്ഭുതം ചെയ്തു. അകലെ പ്രവർത്തിക്കും, അകലങ്ങളിൽ ഒരു അത്ഭുതം നടക്കും. ഇടറിക്കുന്ന നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തെ, ഒന്നിക്കുന്ന നിന്റെ വീടിന്റെ അവസ്ഥ, അകലെ 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 ഒരു അത്ഭുതം, അകലെ ഒരു അത്ഭുതം. പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദേശ സ്ഥലമൊക്കെ നീട്ടി പ്രാർത്ഥിച്ച് അവിടെ ഒരു അത്ഭുതം, അവിടെ ഒരു അത്ഭുതം നടക്കും. ഈ ജനത്തിന് വേണ്ടി 19 ദിവസങ്ങൾ പ്രാർത്ഥിച്ച ജനത്തിന് വേണ്ടി അകലങ്ങളിലൊരു അത്ഭുതം. മുഴങ്കാലി പ്രാർത്ഥിക്കണം തോന്നുന്നവർ, ആരോഗ്യമുള്ളവർ മാത്രം മുഴങ്കാലി പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ളവർ മാത്രം, കുഞ്ഞുങ്ങളോ അങ്ങനെ ചെറുപ്പക്കാർ മാത്രം. ബാക്കിയുള്ളവരൊക്കെ ഇരിക്കണം, നിൽക്കണം. ആരോഗ്യമുള്ളവരെ മുഴങ്കാലി നിൽക്കാവേ, അല്ലെ അവർക്ക് പാടുവരും. നിങ്ങളുടെ കാര്യങ്ങളെ ആ വിഷയത്തിൻ്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ എവിടെയാണ് അത് പറഞ്ഞ് പ്രാർത്ഥിച്ച്. വചനം പോകുന്നുണ്ട് കേട്ടോ, കാരണം വചനം വെറുതെ വരത്തില്ല, വചനം വെറുതെ വരത്തില്ല, വചനം വെറുതെ വരത്തില്ല. മടങ്ങി ഒരിക്കലും വരത്തില്ല, അതിൻ്റെ ക്രിയ ചെയ്യും, അതിൻ്റെ ക്രിയ ചെയ്യും. കർത്താവേ, അവിടെ ജീവിത പങ്കാളിയാണെങ്കിൽ അവിടെ മക്കളാണെങ്കിൽ അവിടെ കൂടപ്പുറപ്പാണെങ്കിൽ അവിടെ കുഞ്ഞാണെങ്കിൽ അവിടെ കുഞ്ഞ് പഠിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ഭർത്താവിൻ്റെ ജോലി മേഖലയിലാണെങ്കിൽ അത് വിദേശത്താണെങ്കിൽ അല്ല, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് എനിക്കെതിരെയുള്ളൊരു പ്രശ്നമുണ്ട്, നിയമത്തിന് വിരോധമായി കഷ്ടം നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾ അതെവിടാണെങ്കിലും അതിൻ്റെ അടിത്തറ ഇളകട്ടെ. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾ
യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നത്. രാജഭൃത്യം വരികയാ. എന്റെ രോഗിയായ മകൻ അപ്പാമ്മ എന്റെ കൂടെ വാ. യേശു പറഞ്ഞു പൊയ്ക്കോ, നിന്റെ മകന് സുഖം വന്നിരിക്കുന്നു. ആ നാഴികയിൽ അവക്കെന്ന് വചനം പുറപ്പെട്ട നാഴികയിൽ അവിടെ ഒരു അത്ഭുതം നടന്നെങ്കിൽ, യേശു കർത്താവേ, കടലിനക്കരയാണെങ്കിൽ അവിടെ, സംസ്ഥാന അതിർത്തിക്ക് അപ്പുറമാണെങ്കിൽ അവിടെ, ഉത്തര ഭാരതത്തിലാണെങ്കിൽ അവിടെ, ബാംഗ്ലൂരാണെങ്കിൽ അവിടെ, തിരുവനന്തപുരം പട്ടണത്തിന്റെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് മക്കൾക്ക് എവിടെയാണ് അവിടെ അകലെ ഒരു അത്ഭുതം നടക്കട്ടെ. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ അടയാളം ഇവിടെ അനുഭവമായി മാറട്ടെ. രണ്ടാമത്തെ അടയാളം ഈ ജനത്തിന്റെ അനുഭവമായി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പ്രാർത്ഥിക്കുന്നു 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 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിന്റെ മുമ്പാകെ വയ്യാഞ്ഞിട്ടും കർത്താവേ, ഈ കർത്താവെ ടൈലിട്ട തറയിൽ മുട്ടുകുത്തി വേദനിക്കുന്ന ഈ മക്കളെ മുട്ട് വേദനിക്കുമ്പോ അകരം മോശയുടെ കൈ ഉയർത്തി വേദനിച്ചപ്പോൾ അമാലിയയ്ക്ക് തോറ്റെങ്കില്, ആശയുടെ കൈ വേദനിച്ചപ്പോൾ അമാലിയയ്ക്ക് തോറ്റെങ്കില്, ഇവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അവിടെ മുട്ടുവേദനിക്കുന്ന സമയത്ത് അവർക്കെതിരെ വരുന്ന ദുഷ്ടശത്രു അങ്ങ് അകലെ അവിടെ അവർക്കെതിരെ നിൽക്കുന്ന ശത്രു യേശുവിന്റെ നാമത്തിൽ മുട്ടു മടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ മുട്ടു മടങ്ങട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ മുട്ടു മടങ്ങട്ടെ. എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാ നാമം കർത്താവെന്ന് ഏറ്റുപറയുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുട്ടുകുത്തിയിരിക്കുന്നത് എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവൻ ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ, നിങ്ങളുടെ മുട്ടുകൾ വേദനിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ചില ശക്തികൾ, അതിന്റെ മുട്ടുകൾ യേശുവിൻ നാമത്തിൽ മടങ്ങട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ മടങ്ങട്ടെ. എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാ നാമം കർത്താവ് ഏറ്റുപറയുന്ന പിതാവിന്റെ സന്നിധി മുട്ടുകുത്തിയിരിക്കുന്ന ഈ ജനത്തിനെതിരെ വരുന്ന ചില ശക്തികൾ ഒരു വഴിയായി വന്നത് 7 വഴിയായി ചിതറിപ്പോകട്ടെ. ഒരു വഴിയായി വന്നത് 7 വഴിയായി ചിതറിപ്പോകട്ടെ. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഋഗനം ശകനം ധിഗനം രഗജം ദഗനം ധിഗന രഗന ഹത്ത ഋഖേ ദേനെ രഗനെ ഋഗനെ ഹംതല തര രഗനഗ രംതല ഹന്തന ഋഖന ഹത്തന രഗന രക്തം. ഇവർ മുട്ടുകുത്തി നിൽക്കുക കർത്താവേ. ഈ ജനം മുട്ടുകുത്തി നിൽക്കുക കർത്താവേ. അവരുടെ മുഴങ്കാലുകൾ വേദനിക്കുന്നുണ്ട് അപ്പോ അവരുടെ മുഴങ്കാലുകൾ വേദനിക്കുന്നുണ്ട്. അത് അകലങ്ങളിൽ ഒരു അത്ഭുതമായി മാറട്ടെ. ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേ. ചേർന്ന് പാടാൻ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കാഹളങ്ങൾ ഊതുമ്പോൾ ഭൂതലം വിറയ്ക്കും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിന് ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പിലായി നായകനായി ഉള്ളതിനാ ജയം ജയം എപ്പോഴും. പ്രായമുള്ളവരാരെങ്കിലും എഴുന്നേക്കാൻ പാടുന്നെങ്കിൽ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണേ. പ്രായമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അടുത്തിരിക്കുന്നവർ ഒന്ന് കരം കൊടുത്ത് എഴുന്നേൽപ്പിച്ചേര്. ചേർന്ന് പാടാം.